റെസിഡൻഷ്യൽ സ്റ്റാറ്റസും സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. സോ നമ്മൾ ഇന്ത്യയിൽ എപ്പോൾ റെസിഡൻ്റ് ആവും, എപ്പോൾ ROR ആവും, എപ്പോൾ RNOR ആവും, എപ്പോൾ NR ആവും. ആറാണെങ്കിൽ നിങ്ങൾ എത്ര എമൗണ്ട് ടാക്സ് അടയ്ക്കണം, RNOR ആണെങ്കിൽ ഇതിനൊക്കെ ടാക്സ് അടയ്ക്കണം, NR ഒക്കെ എത്ര എമൗണ്ട് ടാക്സ് അടയ്ക്കണം. സോ അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാം. ഓക്കെ, സോ എന്താണ് നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ROR ആണോ, RNOR ആണോ, NR ആണോ, ഇവരൊക്കെ ഏതൊക്കെ എമൗണ്ട് ടാക്സ് അടയ്ക്കണം. നിങ്ങൾ ഏൺ ചെയ്യുന്ന എല്ലാത്തിനും ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം, അതോ ഏതിനെങ്കിലുമൊക്കെ എക്സംഷൻസ് ഉണ്ടോ. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാം. സോ ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ബേസിക് ഒരു ഓവർവ്യൂ. ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽസിൻ്റെ കേസ് മാത്രം നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളൂ. അതർ ദാൻ ഇൻഡിവിജ്വൽ HUFൻ്റെ കേസിൽ പഠിക്കാനില്ല. മീൻസ് നിങ്ങളുടെ മെറ്റീരിയലിൽ എപ്പോൾ റെസിഡൻ്റ് ആവും, എപ്പം NR ആവും എന്നുള്ളതുണ്ട്, പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കണ്ട. നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ കേസ് മാത്രം പഠിച്ചാൽ മതി. ഇൻഡിവിജ്വൽസിന് ഏതൊക്കെ ചാർജസ് ഉണ്ട്? ഫസ്റ്റ് റെസിഡൻഷ്യൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഓർഡിനറി ഉണ്ട്, നോട്ട് ഓർഡിനറി ഉണ്ട്. സോ ഇതാണ് നമ്മൾ ROR എന്ന് പറയാം, റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്. ദെൻ നെക്സ്റ്റ് RNOR, റെസിഡൻ്റ് ആണ് പക്ഷേ ഓർഡിനറി റെസിഡൻ്റ് അല്ല, അതാണ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ദെൻ ഒരു ഡീംഡ് റെസിഡൻറ്റിൻ്റെ കണ്ടീഷൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, എപ്പം നിങ്ങൾ ഇന്ത്യയിൽ ഡീംഡ് റെസിഡൻ്റ് ആവും, നിങ്ങൾ ആക്ച്വലി റെസിഡൻ്റ് അല്ല, പക്ഷേ ചില കാരണങ്ങൾ കാരണം നിങ്ങൾ ഇന്ത്യയിൽ ഡീംഡ് റെസിഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. എന്താ ഡീംഡിൻ്റെ മീനിങ്? അത് റെസിഡൻഷ്യൽ ഡീംഡ് റെസിഡൻറ്റ് മീനിങ് അല്ല, ജസ്റ്റ് ഡീംഡിൻ്റെ മാത്രം മീനിങ്. നിങ്ങൾ ആക്ച്വലി അതല്ല, പക്ഷേ അതായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ഡീംഡ് റെസിഡൻറ്റ് പഠിക്കാനുണ്ട്, ഡീംഡ് ഇൻകം പഠിക്കാനുണ്ട്. സോ ആക്ച്വലി അത് നിങ്ങളുടെ ഇൻകം ആണെന്ന് വെച്ചാൽ ഇൻകം അല്ല, പക്ഷേ നമ്മൾ ഇൻകം പോലെ ട്രീറ്റ് ചെയ്യും. സോ ഡീംഡിൻ്റെ മീനിങ്സ് ആക്ച്വലി അതല്ല, പക്ഷേ നമ്മൾ അതായിട്ട് കണക്കാക്കും. ഓക്കെ, സോ ഡീംഡ് റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ റെസിഡൻ്റ് അല്ല, അതായത് നിങ്ങൾ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യില്ല, പക്ഷേ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, റെസിഡൻ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. സോ അതിന് വേറെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ദെൻ NR. സോ ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് 3 സ്റ്റാറ്റസ് ഉണ്ട്. ഏതൊക്കെയാണ്? ROR ആവാം, RNOR ആവാം, NR ആവാം. 3 സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഈ ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് 3 സ്റ്റാറ്റസിൽ ഏത് വേണേലും വരാം. നിങ്ങൾ ROR ആവാം, RNOR ആവാം, NR ആവാം. ഇനി അതർ ദാൻ ഇൻഡിവിജ്വൽ HUF ആണെങ്കിലോ നിങ്ങൾക്ക് R അല്ലെങ്കിൽ NR, ഇത് മാത്രമേ ഉള്ളൂ. എന്തില്ല, ഈ RORഉം RNOR എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ഇല്ല, RNR അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇത് എന്തൊക്കെയാണ് നമ്മൾ താഴേക്ക് പയ്യെ പഠിക്കും. സോ ഇനീഷ്യലി അതിന് നമ്മൾ ആദ്യം പഠിക്കേണ്ട 2 കണ്ടീഷൻസ് ആണ്. നമുക്ക് 2 ബേസിക് കണ്ടീഷൻ ഉണ്ട്, B1 B2. ദെൻ 2 അഡീഷണൽ കണ്ടീഷൻ A1 A2. ഓക്കെ, സോ 2 കണ്ടീഷൻ ബേസിക്കിലുണ്ട്, 2 കണ്ടീഷൻ അഡീഷൻസിലുണ്ട്. ഓക്കെ, എന്താ ബേസിക് കണ്ടീഷനിൽ 2 കാര്യങ്ങൾ? നിങ്ങൾ ഇന്ത്യയിൽ 182 ദിവസമോ അതിൽ കൂടുതലോ കറണ്ട് ഇയറിൽ ഉണ്ടാവണം. അതായത് കറണ്ട് PYയിൽ നിങ്ങൾ എത്ര ദിവസം ഉണ്ടാവണം? 182 ഡേയ്സോ അതിൽ കൂടുതലോ. അല്ലെങ്കിൽ സ്റ്റേഡ് ഇൻ ഇന്ത്യ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ഡേയ്സ് എന്ന് കറണ്ട് PYയിൽ 60 ദിവസമോ അതിൽ കൂടുതലോ. പ്ലസ് അത് മാത്രം മതിയോ? പോരാ. ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 365 ഡേയ്സ് ഇൻ ദി 4 പ്രൊസീഡിങ് പ്രീവിയസ് ഇയേഴ്സ്. സോ ഇത് രണ്ടുമാണ് നമ്മുടെ ബേസിക് കണ്ടീഷൻസ്. എന്തൊക്കെയാണ്? ഇന്ത്യയിൽ നിങ്ങൾ കറണ്ട് PY, നമ്മൾ ഏതാ കറണ്ട് PY? 25-26 അല്ലേ? സോ 25-26 ഫസ്റ്റ് കണ്ടീഷൻ, നിങ്ങൾ എത്ര ദിവസം ഇന്ത്യയിൽ വേണം? ഒന്നെങ്കിൽ 182 ഡേയ്സ് വേണം, അല്ലെങ്കിൽ 60 കറണ്ട് PYയിൽ 60യും പ്ലസ് അതിന് മുമ്പത്തെ 4 PYയിൽ 360. സോ ഇതാണ് നമ്മുടെ 2 ബേസിക് കണ്ടീഷൻസ്. ഏതൊക്കെയാണ്? കറണ്ട് ഇയറിൽ 182 ഡേയ്സ്, അതിന് മുമ്പത്തെ 4 വർഷം 365 ഡേയ്സ്. സോ ഈ 2 കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്യണോ, ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതിയോ? ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾ ആരായി? റെസിഡൻ്റായി. നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറിയിലെ റെസിഡൻ്റായി. ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ ആരായിട്ട് മാറി? റെസിഡൻ്റായി. 2 സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലോ നോൺ റെസിഡൻ്റായി. ഓക്കെ, ഈ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ 2 സാറ്റിസ്ഫൈ ചെയ്യണോ? വേണ്ട. നിങ്ങൾ ഒന്നെങ്കിൽ 182 ദിവസം ഇന്ത്യയിലുണ്ട്, അങ്ങനെയാണ് നിങ്ങൾ ആരായി? റെസിഡൻ്റായി. സോ ആ കേസിൽ നിങ്ങൾ പ്രീവിയസ് 365ലേക്ക് പോകണ്ട. ഓക്കെ, കറണ്ട് ഇയറിൽ നിങ്ങൾ 182 ഒരു 200 ഡേയ്സ് ഇന്ത്യയിലുണ്ട്, കറണ്ട് PYയിൽ നിങ്ങൾ 200 ഡേയ്സ് ഇന്ത്യയിലുണ്ട്. സോ നിങ്ങൾ ആരായി? റെസിഡൻ്റായി. നിങ്ങൾ അതിനു മുമ്പ് ഇന്ത്യയിലേക്ക് വന്നിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരാ? റെസിഡൻ്റാണ്. ഓക്കെ, സോ അവിടെ നമ്മൾ എന്ത് നോക്കണ്ട? പ്രീവിയസ് ഡേയ്സിൻ്റെ കണക്ക്. സോ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി, 2 സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ദെൻ
സോ അതാണ് നമ്മുടെ ബേസിക് കണ്ടീഷൻസ്. ഇനി 2 അഡീഷണൽ കണ്ടീഷൻസ് കൂടെ ഉണ്ട്. എന്തൊക്കെ അഡീഷണൽ കണ്ടീഷൻ? സോ ബേസിക് കണ്ടീഷനിലെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ ആരായിട്ട് മാറി? റെസിഡൻ്റ് ആയിട്ട് മാറി. സോ റെസിഡൻ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഇൻഡിവിജ്വലിന് 2 കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? 2 സ്റ്റാറ്റസ് ഉണ്ട്. ROR ഉണ്ടാവും, RNOR. രണ്ടും റെസിഡൻറ്റിന് തന്നെയല്ലേ. സോ എപ്പോൾ ROR ആവും, എപ്പം RNOR ആവും. അതാണ് നെക്സ്റ്റ്. എപ്പോൾ ROR ആവും? അതിൽ ഫസ്റ്റ് റെസിഡൻറ്റ് ഇൻ 2 PY ഓർ മോർ ഇൻ ലാസ്റ്റ് 10 PY. സോ അതായത് നമ്മൾ കറണ്ട് PY 25, 26 അല്ലേ. സോ 25, 26 നിങ്ങൾ 200 ഡേയ്സ് ഇന്ത്യയിലുണ്ട്. 200 ഡേയ്സ് ഇന്ത്യയിലുണ്ട്. സോ നിങ്ങൾ ആരായി? ആയല്ലോ. കാരണം നമ്മുടെ B1 സാറ്റിസ്ഫൈ ചെയ്തു. 180 ഡേയ്സ് ഓർ മോർ ഉണ്ട്. B2 നോക്കണോ? വേണ്ട. അയാൾ പ്രീവിയസ് ഇയേഴ്സിൽ ഇന്ത്യയിൽ ഉണ്ടോ ഇല്ലെന്നൊന്നും നമ്മൾ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കറണ്ട് ഇയറിൽ 180 ഡേയ്സ് നിങ്ങൾ ഇന്ത്യയിലുണ്ട്. സോ നിങ്ങൾ ആരായി? റെസിഡൻ്റ് ആയി. സോ റെസിഡൻ്റ് ആയാൽ പിന്നെ നമ്മൾ എന്ത് നോക്കണം? ROR ആണോ RNOR ആണോ? അതും കൂടെ തീരുമാനിക്കണ്ടേ? വേണം. സോ അതിന് നമ്മൾ നോക്കേണ്ട ആദ്യത്തെ കാര്യം നമ്മുടെ അഡീഷണൽ കണ്ടീഷൻ 1. എന്താ ഫസ്റ്റ് കണ്ടീഷൻ? റെസിഡൻറ്റ് ഫോർ 2 പ്രീവിയസ് ഇയേഴ്സ്. നിങ്ങൾ ഇന്ത്യയിൽ ഇതിന് മുമ്പത്തെ PY ഏത്? 25, 26 അടക്കമാണോ? അല്ല. എവിടെ തൊട്ടാ? 24, 25 തൊട്ട് അതിൻ്റെ ബാക്കിലേക്ക്. ഓക്കെ. നമ്മുടെ കറണ്ട് PY ഏതാ? 25, 26. സോ അതിന് മുമ്പുള്ള 10 പ്രീവിയസ് ഇയർ. 25, 26 കൺസിഡർ ചെയ്യില്ല. സോ അതിന് മുമ്പുള്ള 10 പ്രീവിയസ് ഇയർ എവിടെ സ്റ്റാർട്ട് ചെയ്യും? 24, 25, ദെൻ 23, 24, 22, 23. സോ ഇങ്ങനെ 10 PY വരെ പോകും. 10 എണ്ണം വരെ പോകണം. ഓക്കെ. സോ ഈ 10 PYയിൽ ഏതെങ്കിലും 2 PYയിൽ നിങ്ങൾ എന്തായിരിക്കണം? റെസിഡൻ്റ് ആയിരിക്കണം. ഇതാണ് നമ്മുടെ അഡീഷണൽ കണ്ടീഷൻ 1. ഓക്കെ. ഏതെങ്കിലും 2 PYയിൽ നിങ്ങൾ എന്തായിരിക്കണം? റെസിഡൻ്റ് ആയിരിക്കണം. 10 എണ്ണത്തിൽ ഏതെങ്കിലും 2 മതി. മേ ബി നിങ്ങൾ 24, 25 റെസിഡൻ്റ് ആയി. ഓക്കെ. പിന്നെ നിങ്ങൾ വരുമ്പോൾ 18, 19 പിന്നെ റെസിഡൻ്റ് ആയിട്ടുണ്ടാവുക. മതി. ഏതെങ്കിലും 2 എണ്ണത്തിലായാൽ മതി. എല്ലാത്തിലും ആവണമെന്നുണ്ടോ? ഇല്ല. 10 എണ്ണം, ലാസ്റ്റ് 10 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം. അതിൽ കറണ്ട് ഇയറിൽ ഇൻക്ലൂഡഡ് അല്ല. അത് ഓർത്തോളാം. 25, 26 നമ്മൾ എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല. സോ അതിന് മുമ്പത്തെ 10 വർഷം വേണം എടുക്കാൻ. സോ ആ മുമ്പത്തെ 10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷം നമ്മൾ ആരായിരിക്കണം? റെസിഡൻ്റ് ആയിരിക്കണം. ദെൻ ഒരു കണ്ടീഷനോടെ. എന്താ അടുത്ത കണ്ടീഷൻ? സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ 730 ഡേയ്സ് ഓർ മോർ ഇൻ ലാസ്റ്റ് 7 PY. സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ 730 ഡേയ്സ് ഓർ മോർ ഇൻ ലാസ്റ്റ് 7 PY. സോ നമ്മളിപ്പോൾ 10 എണ്ണം അല്ലേ പറഞ്ഞേ? അത് 10 എണ്ണം മാറി എത്രയായിട്ട് ചുരുങ്ങി? 7 എണ്ണം വരെ ഉള്ളൂ. സോ ഈ 7 എണ്ണത്തിൽ നമ്മൾ ആരായിരിക്കണം? സോറി, ഈ 7 എണ്ണത്തിൽ 730 ഡേയ്സ്. സോ ഇതിൽ 7 എണ്ണത്തിൽ എല്ലാം കൂടെ ചേർത്ത് ചിലപ്പോൾ ഏതെങ്കിലും 3 വർഷം കൊണ്ട് നിങ്ങൾ 700 ദിവസം നിന്നിട്ടുണ്ടാവും. അത് മതി. ഓക്കെ. സോ ഈ 7 വർഷത്തിൽ 730 ദിവസമോ അതിൽ കൂടുതലോ നിങ്ങൾ ഇന്ത്യയിൽ നിന്നിട്ടുണ്ടെങ്കിൽ, സോ ഇതാണ് നമ്മുടെ 2 അഡീഷണൽ കണ്ടീഷൻസ്. ഏതൊക്കെയാണ്? 10ൽ 2 വർഷം റെസിഡൻ്റ് ആയിരിക്കണം. 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിലുണ്ടായിരിക്കണം. ഓക്കെ. 10ൽ 2 വർഷം റെസിഡൻ്റ് ആയിരിക്കണം. 7ൽ 730 ദിവസം ഇന്ത്യയിലുണ്ടായിരിക്കണം. സോ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ ആൻഡ് ആണ്. ഇത് 2 സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾ ആരായിട്ട് മാറി? ഇത് 2 സാറ്റിസ്ഫൈ ചെയ്താലേ ROR ആകും. അത് ഏതെങ്കിലും ഒന്ന് ഫെയിലായാൽ RNOR ആയി. 2 ഫെയിലായാലോ? 2 ഫെയിലായാലോ? സ്റ്റിൽ ഏത് അഡീഷണൽ കണ്ടീഷനോ? അഡീഷണൽ കണ്ടീഷൻ 2 ഫെയിലായാലും നിങ്ങൾ ആര് തന്നെ ആവുള്ളൂ? RNOR തന്നെ ആവുള്ളൂ. ഏത് ഫെയിലായാലും നിങ്ങൾ NRലേക്ക് പോവുള്ളൂ. ബേസിക് കണ്ടീഷൻ ഫെയിലായാലേ എങ്ങോട്ട് പോവുള്ളൂ? NRലേക്ക് പോവുള്ളൂ. ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തു. അഡീഷണൽ കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്താലേ നിങ്ങൾ ആരാവുള്ളൂ? ROR ആവുള്ളൂ. ക്ലിയർ ആയോ? സോ അതായത് നിങ്ങളിപ്പം B1 സാറ്റിസ്ഫൈ ചെയ്തു, പ്ലസ് A1 സാറ്റിസ്ഫൈ ചെയ്തു, A2 സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരാവുള്ളൂ? ROR ആവുള്ളൂ. അല്ലെങ്കിൽ B1 ഓർ B2. അതിനകത്ത് രണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, പ്ലസ് A1 പ്ലസ് A2. ഇത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ ആരായിട്ട് മാറുള്ളൂ? ROR ആയിട്ട് മാറുള്ളൂ. ഇനി B1 ഓർ B2 മാത്രമേ ഉള്ളൂ, A1 അല്ലെങ്കിൽ A2 ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഫെയിലായി, A1 മാത്രമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ RNOR ആവുള്ളൂ. ഓക്കെ. സോ അപ്പോൾ ഏതൊക്കെ നമ്മുടെ 2 ബേസിക് കണ്ടീഷൻ, 2 അഡീഷണൽ കണ്ടീഷൻ. ഏതൊക്കെ 2 ബേസിക് കണ്ടീഷൻ? ബേസിക് കണ്ടീഷനിൽ 2 എണ്ണം 182 ഡേയ്സ് ഓർ മോർ എന്തുണ്ടായിരിക്കണം? ഇന്ത്യയിലുണ്ടായിരിക്കണം. ദെൻ രണ്ടാമത്തെ 60 പ്ലസ് 365. സോ നിങ്ങൾ 182 ഡേയ്സ് ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര ദിവസം ഉണ്ടായാൽ മതി? 60 ഡേയ്സ് ഉണ്ടായാൽ മതി. പക്ഷേ 60 ഡേയ്സ് മാത്രമാണ് കണ്ടീഷൻ അല്ല. കറണ്ട് PYയിൽ 60യും അതിന് മുമ്പത്തെ 4 വർഷം, അതായത് 25,
26 ഇതെല്ലാം നമ്മുടെ കറണ്ട് PY. സോ ഈ വർഷം നിങ്ങൾ 90 ദിവസമുണ്ട്. സോ അതിന് മുമ്പത്തെ 4 വർഷം, അതായത് 24, 25, 23, 24, 22, 23, 21, 22. സോ ഇതാണ് അതിന് മുമ്പിലുള്ള 4 PY. ഓക്കെ, സോ ഈ PYയിൽ നിങ്ങൾ എത്ര ദിവസം ഉണ്ടായിരിക്കണം? 365 ഓർ മോർ ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ. സോ ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ നമ്മൾ ആരായി? റെസിഡൻ്റ് ആയി. ഇനി റെസിഡൻ്റ് ആണെങ്കിൽ പിന്നെ എന്ത് നോക്കണം? ROR ആണോ RNOR ആണോ? സോ അതിന് രണ്ട് അഡീഷണൽ കണ്ടീഷൻ കൂടിയുണ്ട്. എന്താ രണ്ട് അഡീഷണൽ കണ്ടീഷൻ? ലാസ്റ്റ് 10 2 വർഷം റെസിഡൻ്റ് ആയിരിക്കണം, 7 വർഷത്തിൽ 730 ദിവസം. സോ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി. രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ ROR ആയി. ഏതെങ്കിലും ഒന്ന് ഫെയിൽ ആയാൽ RNOR ആവും. രണ്ട് ഫെയിൽ ആയാൽ RNOR ആവും. ഏത്? അഡീഷണൽ കണ്ടീഷൻ. ബേസിക് കണ്ടീഷൻ രണ്ട് ഫെയിൽ ആയാൽ NR ആവും, നോൺ റെസിഡൻ്റ് ആവും. ബേസിക് കണ്ടീഷനാണ് രണ്ട് ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ NR ആവും. ക്ലിയർ ആയോ? സോ ഇതാണ് നമ്മുടെ രണ്ട് ബേസിക് കണ്ടീഷനും രണ്ട് അഡീഷണൽ കണ്ടീഷനും. ഓക്കെ, ഇനി സോ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് അവസാനം എഴുതിയേക്കുന്നത്. ഏതൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾ ആരൊക്കെയാവും? ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡൻ്റ് ആയി. രണ്ട് അഡീഷണൽ കണ്ടീഷനോട് സാറ്റിസ്ഫൈ ചെയ്താൽ ROR ആയി. രണ്ട് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഫെയിൽ ആയാൽ RNOR. ക്ലിയർ? ഇനി ഇന്ത്യ ഈ ഡെഫിനിഷനൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ കേട്ടോ. ദെൻ നെക്സ്റ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. In the following cases, only basic condition 1 is applicable for determination of residential status. So ഇനി പറയാൻ പോകുന്ന ആൾക്കാർക്ക് ഏത് മാത്രമേ ഉള്ളൂ? ബേസിക് കണ്ടീഷൻ 1 മാത്രമേ ഉള്ളൂ. അതായത് ഏതില്ല? ബേസിക് കണ്ടീഷൻ 2 ഇല്ല. അഡീഷണൽ കണ്ടീഷൻ അല്ല, ബേസിക് കണ്ടീഷൻ 2 ഇല്ല. ഏതാ ഇല്ലാത്തത്? ഈ 60 + 365ൻ്റെ കണ്ടീഷൻ അവർക്കില്ല. ഓക്കെ, നോർമലി ഇത് എല്ലാവർക്കും ഉള്ള കണ്ടീഷനാണ്. ആർക്ക് മാത്രമേ ഇല്ലാത്തുള്ളൂ? നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന ഈ 3 കാറ്റഗറി ഓഫ് പേഴ്സൺസിന് അവർക്ക് ഇപ്പോൾ ഏത് മാത്രമേ ഉള്ളൂ? ബേസിക് കണ്ടീഷൻ 1 മാത്രമേ ഉള്ളൂ. വിച്ച് മീൻസ് അവർ എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം? റെസിഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഏതാ? ഫസ്റ്റ് വൺ, ഇന്ത്യൻ സിറ്റിസൺ ലീവ്സ് ഇന്ത്യ ഡ്യൂറിങ് ദി PY ഫോർ ആൻ എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്, നിങ്ങൾ ജോലിക്ക് വേണ്ടി ഇന്ത്യക്ക് വെളിയിൽ പോവാം. ഓക്കെ, ജോലിക്ക് വേണ്ടി ഇന്ത്യക്ക് വെളിയിൽ പോവാണ്. സോ നിങ്ങൾ ഇടയ്ക്ക് ലീവിന് മാത്രമേ നാട്ടിലേക്ക് വരാറുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ? നമ്മുടെ ബേസിക് കണ്ടീഷൻ 1 മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇന്ത്യയിൽ റെസിഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം? 182 ഡേയ്സ് വേണം. സോ നിങ്ങൾ എല്ലാ വർഷവും 3 മാസം ലീവിന് വരും. എല്ലാ വർഷവും നിങ്ങൾ 3 മാസം വെച്ച് ലീവിന് വരും. സോ 3 മാസം പറയുമ്പോൾ എത്ര ദിവസമായി? 90 ദിവസം ഓടിക്കും. ഇടയ്ക്കുള്ള 31 ഡേയ്സ് ഒക്കെ വിട്ടേക്ക്. 90 ഡേയ്സ് നിങ്ങൾ എല്ലാ വർഷവും ഇന്ത്യയിലുണ്ടാവും. ഓക്കെ, 90 ഡേയ്സ് വെച്ച് എല്ലാ വർഷവും ഇന്ത്യയിലുണ്ടാവും. സോ സെക്കൻഡ് കണ്ടീഷൻ എന്തായിരുന്നു? 60 + 65 അല്ലേ? 3 ശരിയാകും. 100 ഓടിക്കും. 100 ദിവസം നിങ്ങൾ എല്ലാ വർഷവും ഇന്ത്യയിൽ വരും. ഓക്കെ, സോ അപ്പോൾ പ്രീവിയസ് ഇയറിൽ നിങ്ങൾ എത്ര ദിവസം ഉണ്ട്? 100 സോ 60-നേക്കാൾ കൂടുതലായില്ലേ? ആയി. അതിന് മുമ്പത്തെ 4 വർഷം കൊണ്ട് നിങ്ങൾ എത്ര ദിവസം ഇന്ത്യയിലുണ്ട്? 400 ദിവസം ഇല്ലേ? സോ ഈ 365 സാറ്റിസ്ഫൈ ചെയ്തില്ലേ? ഓക്കെ, സോ അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തോ? B2 ചെയ്തില്ലേ? ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് സെക്കൻഡ് കണ്ടീഷൻ ആപ്ലിക്കബിൾ ആണോ? അല്ല. സോ നിങ്ങൾ റെസിഡൻ്റ് ആവുമോ? ഇല്ല. സ്റ്റിൽ നിങ്ങൾ ആരേ ആവുള്ളൂ? NR തന്നെ ആവുള്ളൂ. ക്ലിയർ ആയോ? സോ ഈ പറയുന്ന കാറ്റഗറി ഓഫ് പേഴ്സൺസിന് നിങ്ങൾ ഇന്ത്യക്ക് വെളിയിൽ എന്തിനു പോകുന്ന ആളാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആരുമായിരിക്കണം? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. സോ ഇന്ത്യൻ സിറ്റിസൺ എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യക്ക് പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല? ബേസിക് കണ്ടീഷൻ 2 ഇല്ല. ഏത് മാത്രം നോക്കിയാൽ മതി? 1 മാത്രം നോക്കിയാൽ മതി. ദെൻ നെക്സ്റ്റ്, ഇന്ത്യൻ സിറ്റിസൺ മെമ്പർ ഓഫ് എ ക്രൂ മെമ്പർ ഓഫ് എ ഇന്ത്യൻ ഷിപ്പ്. ക്രൂ മെമ്പർ ഓഫ് എ ഇന്ത്യൻ ഷിപ്പ് ലീവ് ഇന്ത്യ ഡ്യൂറിങ് ദി PY. ക്രൂ മെമ്പർ ഓഫ് എ ഇന്ത്യൻ ഷിപ്പ്. എന്താ ഇന്ത്യൻ ഷിപ്പ്? ഇന്ത്യൻ ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഷിപ്പിനാണ് പറയുന്നത് എന്ത്? ഇന്ത്യൻ ഷിപ്പ്. ഓക്കെ, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഷിപ്പ്. സോ ഇന്ത്യൻ സിറ്റിസൺ ബീയിങ് എ ക്രൂ മെമ്പർ ഓഫ് എ ഇന്ത്യൻ ഷിപ്പ്. സോ ഇന്ത്യയിൽ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല രാവിലെ, ഏതാ? MSC എന്തായിരുന്നു? മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. സോ അവർക്ക് ഇഷ്ടംപോലെ ഷിപ്പുകളുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് MSC. സോ അവർ എനിക്കൊന്ന് സിംഗപ്പൂർ ബേസ്ഡ് ആണെന്ന് തോന്നുന്നു, സിംഗപ്പൂർ ഓർ സം അതർ കൺട്രി. സോ ആ കൺട്രിയിലാണ് അവർ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. സോ അതൊരു ഇന്ത്യൻ ഷിപ്പായിട്ട് ട്രീറ്റ് ചെയ്യുമോ? ഇല്ല. സോ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഷിപ്പുകളാണ് എന്തായാലും നമ്മൾ ട്രീറ്റ് ചെയ്യുക?
ഇന്ത്യൻ ഷിപ്പായിട്ട് ട്രീറ്റ് ചെയ്യുക. സോ നിങ്ങളൊരു ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ മെമ്പറാണ്, ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ മെമ്പറാണ്. നിങ്ങൾക്കും എന്തില്ല, സ്വാഭാവികമായിട്ടും ഷിപ്പെന്ന് പറഞ്ഞാൽ ഇന്ത്യ വിട്ട് വെളിയിലേക്ക് പോകില്ലേ. ഇന്ത്യക്കകത്തുള്ള ഷിപ്പാണെങ്കിൽ നിങ്ങൾ എന്തായാലും എത്ര ദിവസം ഇന്ത്യയിലുണ്ട്, മോർ ദാൻ 180 days ഇന്ത്യയിലുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യ വിട്ടിട്ട് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ ലോഡുമായിട്ട് വേറെ കൺട്രിയിലേക്ക് പോകുന്നതാണ്, ലൈക്ക് ആഫ്രിക്കൻ കൺട്രീസോ അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ, ഓക്കെ, സോ ചൈനയിലേക്കോ, സോ അങ്ങനെ പല മറ്റുള്ള രാജ്യത്തേക്ക് ഷിപ്പായിട്ട് പോകുന്ന ഷിപ്പാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. സോ ആ കേസിൽ നിങ്ങൾ ഫുൾ ടൈം ഇന്ത്യയിൽ ഉണ്ടാവുമോ? ഇല്ല, നിങ്ങൾക്ക് ഇന്ത്യക്ക് വെളിയിലേക്കും പോകും. ആ കേസിൽ നിങ്ങൾ എത്ര ദിവസം ഇന്ത്യയിൽ വേണം റെസിഡൻ്റ് ആവാൻ? നിങ്ങൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ? 182 days കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. എന്തില്ല? 60 + 365 ഇല്ല. അതായത് നിങ്ങളൊരു 180 ദിവസം ഇന്ത്യയിലുള്ളൂ. അങ്ങനെയാണെങ്കിലോ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ? നോൺ റെസിഡൻ്റ്. നിങ്ങൾക്ക് എന്തില്ല? നമ്മൾ 60 + 365 കണ്ടീഷൻ ഇല്ല. ഓക്കെ, അവിടെ ആരായിരിക്കണം? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഓർമ്മ വേണം, ഇതെല്ലാം ആർക്ക് മാത്രമേ ഉള്ളൂ? ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് കണ്ടീഷൻ ആപ്ലിക്കബിൾ അല്ലാത്തവർ ഇന്ത്യൻ സിറ്റിസൺ മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് പറഞ്ഞത് ഇന്ത്യക്ക് വെളിയിൽ നമ്മൾ ജോലിക്ക് പോകുന്നു. രണ്ടാമത്തെ കേസ് നമ്മൾ ഇന്ത്യൻ ഷിപ്പിൻ്റെ ക്രൂ മെമ്പറായിട്ട് വേണം. ഫോറിൻ ബൗണ്ട് ഷിപ്പ് ആണെങ്കിലോ പറ്റില്ല. അവർക്ക് ഏതുണ്ട്? 2 കണ്ടീഷനും ഉണ്ട്. ഓക്കെ, അവർക്ക് B1 ഉണ്ട്, B2 ഉണ്ട്. ഓക്കെ, സോ ഇതിന് ഇന്ത്യൻ ഷിപ്പ് എന്ന് പറയാം, ഇന്ത്യൻ ബൗണ്ട് ഷിപ്പ് എന്ന് പറയാം. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് തരാം ഫോറിൻ ഷിപ്പ് എന്നായിരിക്കില്ല, ഫോറിൻ ബൗണ്ട് ഷിപ്പ് എന്നായിരിക്കും തരിക. BOUND, ഫോറിൻ ബൗണ്ട് ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഏതെങ്കിലും ഫോറിൻ കൺട്രിയിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഷിപ്പ്, ആ ഒരു മീനിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലയിടത്ത് വായിക്കുമ്പോൾ ഫോറിൻ ബൗണ്ട് ഷിപ്പ് എന്നായിരിക്കും കാണാം. ഓക്കെ, ഫോറിൻ ബൗണ്ട് ഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് കണ്ടീഷൻ ഉണ്ടാവും? 2 കണ്ടീഷനും ഉണ്ടാവും. ആർക്കേ ഇല്ലാത്തുള്ളൂ? ഇന്ത്യൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ക്രൂ മെമ്പറിന് മാത്രമേ കണ്ടീഷൻ നമ്പർ 2 ഇല്ലാത്തുള്ളൂ. ഓക്കെ, ദെൻ തേർഡ്, ആ തേർഡ് പോയിന്റ് ഒന്ന് വായിച്ചേ. തേർഡ് കണ്ടീഷൻ, ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. സോ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നമ്മൾ 2 കാര്യം പറഞ്ഞില്ലേ? ഏതൊക്കെയായിരുന്നു? ഫോർ എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ, ക്രൂ മെമ്പർ ഓഫ് എ ഇന്ത്യൻ ഷിപ്പ്. ഇതിൽ 2 ആർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഇന്ത്യൻ സിറ്റിസൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറയുന്ന സെക്കൻഡ് കാറ്റഗറി ഇല്ല, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇല്ലായിരുന്നു. ഓക്കെ, വായിക്കാം, എന്നിട്ട് ഞാൻ പറയാം. ഇന്ത്യൻ സിറ്റിസണോ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനോ അവരെവിടെയാണ്? എൻഗേജ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ എനി എംപ്ലോയ്മെൻറ്റ് ഓർ എ ബിസിനസ് ഓർ പ്രൊഫഷൻ ആൻഡ് വിസിറ്റിംഗ് ഇന്ത്യ ഡ്യൂറിങ് PY ആൻഡ് ഹിസ് ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിംഗ് ഇൻകം ഫ്രം ഫോറിൻ സോഴ്സ് ഈസ് അപ് ടു 15 lakh. നിങ്ങൾക്കും ഏത് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ? 182 days കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ 60 + 365 കണ്ടീഷൻ ഇല്ല. ആരൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യൻ സിറ്റിസണും ഇന്ത്യൻ ഒറിജിൻ. ആരാ ഈ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ? ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ആരാ? ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് ഉള്ളവരാണ് ഇന്ത്യൻ സിറ്റിസണായിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞാലോ ഇന്ത്യയിൽ ജനിക്കണമെന്നുണ്ടോ? ഇല്ല, ഇന്ത്യയിൽ ജനിക്കണം നിർബന്ധമില്ല. സെക്കൻഡ് ഈ ലൈൻ ഒന്ന് വായിച്ചാൽ മതി. ഇത് എഴുതൊട്ടാ എഴുതിയിട്ടുണ്ട്. ആരാണ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ? നിങ്ങൾ ഇന്ത്യയിൽ ജനിക്കണം നിർബന്ധമില്ല. ആര് മാത്രമേ ഉള്ളൂ? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ മീൻസ് ഹി ഐദർ ഓഫ് ഹിസ് പേരൻസ് ഐദർ ഓഫ് ഹിസ് ഗ്രാൻഡ് പേരൻസ് വെയർ ബോൺ ഇൻ അൺഡിവൈഡഡ് ഇന്ത്യ. നിങ്ങൾ ജനിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ പേരൻസ് ഇന്ത്യയിൽ ജനിച്ചാൽ നിങ്ങൾ ആരായി? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആയി. ഓക്കെ, ഇനി അല്ല നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് എവിടെ ജനിച്ചാലും മതി, ഇന്ത്യയിൽ ജനിച്ചാലും മതി. സോ നിങ്ങൾ ആരാവും? നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ഇന്ത്യയിൽ ജനിച്ചു, അവർ പുറത്ത് എവിടെ പോയി സെറ്റിലായി. ഓക്കെ, അപ്പോൾ അവർ UK പോയി സെറ്റിലായി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ പോയി സെറ്റിലായി. അവിടെയാണ് നിങ്ങളുടെ പേരൻസ് ജനിച്ചത്, അവിടെ തന്നെയാണ് നിങ്ങൾ ജനിച്ചത്. നിങ്ങൾ ഇതുവരെ ഇന്ത്യയിലേക്ക് വന്നില്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. സോ അങ്ങനെ ആരാണ് നിങ്ങൾ ആരായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഇവിടെ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണോ? അല്ല, നിങ്ങൾ UK ജനിച്ചത്, നിങ്ങൾ UK സിറ്റിസൺ ആണ്, ഇന്ത്യൻ സിറ്റിസൺ ആവില്ല. ഓക്കെ, സോ നിങ്ങൾ ജനിക്കണം നിർബന്ധമില്ല. നിങ്ങളുടെ പേരൻസ് ജനിച്ചാലും മതി, നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ജനിച്ചാലും മതി. എവിടെ? അൺഡിവൈഡഡ് ഇന്ത്യ. അത് ഇന്ത്യയിൽ മാത്രമല്ല, അൺഡിവൈഡഡ് ഇന്ത്യയിൽ ജനിച്ചാലും ട്രീറ്റ്. എന്താ അൺഡിവൈഡഡ് ഇന്ത്യ? മീൻസ് 1947 നമ്മൾ സ്പ്ലിറ്റ് ആവുന്നതിന് മുമ്പുള്ള കൺട്രീസിനെയാണ് അൺഡിവൈഡ് ഇന്ത്യ എന്ന് പറയുന്നത്. ലൈക്ക് പാകിസ്ഥാൻ വരും, നേപ്പാൾ വരും. സോ ഇതെല്ലാം അൺഡിവൈഡഡ് ഇന്ത്യയുടെ ഭാഗമാണ്. സോ നിങ്ങളെ പേരൻസോ ഗ്രാൻഡ് പേരൻസോ ആ സമയത്ത് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ജനിക്കണം. അല്ല, ഇപ്പോൾ പാകിസ്ഥാനിൽ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താവില്ല? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആവില്ല. ക്ലിയർ? അൺഡിവൈഡഡ് ഇന്ത്യയിൽ ജനിക്കണം മീൻസ് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് അവിടെ ജനിച്ചു. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ ആരായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസണോ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനോ ആണ്. ഇന്ത്യൻ സിറ്റിസണോ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനോ ആണ്. നിങ്ങൾ എവിടെയാണ് ഉള്ളത്? നിലവിൽ ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയിലില്ല. നിങ്ങൾ എവിടെയാണ്? എൻഗേജ് ഔട്ട്സൈഡ് ഇന്ത്യ. നിങ്ങൾ ഇന്ത്യക്ക് വെളിയിൽ എന്തോ ചെയ്യുന്നു. അത് എംപ്ലോയ്മെൻ്റ് ആവാം, ബിസിനസ് ആവാം,
പ്രൊഫഷൻ ആവാം, വാട്ടവർ. നിങ്ങൾ ഇന്ത്യക്ക് വെളിയിലാണ്, നിങ്ങൾ ഇന്ത്യക്ക് വെളിയിൽ എന്തോ പരിപാടി ചെയ്യുന്നു, അവിടെ ഇൻകം ഏൺ ചെയ്യുന്ന എന്തോ ഒരു പരിപാടി നിങ്ങൾ ചെയ്യുന്നുണ്ട്. ജോലിയാവാം, ബിസിനസ് ആവാം, പ്രൊഫഷൻ ആവാം, വാട്ടവർ. ഓക്കെ, നിങ്ങൾ എങ്ങോട്ട് വരുന്നു? ഇന്ത്യയിലേക്ക് വിസിറ്റിങ്ങിന് വരുന്നു. ഇന്ത്യയിലേക്ക് വിസിറ്റിങ്ങിന് വരുന്നു. അതുകൂടാതെ നിങ്ങളുടെ ഇൻകം എത്രയേ ഉള്ളൂ? ലെസ് ദാൻ 15 lakh. എന്ത് ഇൻകം? ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിങ് ഇൻകം ഫ്രം ഫോറിൻ സോഴ്സ്. അതായത് ബേസിക്കലി നിങ്ങളുടെ ഇന്ത്യൻ ഇൻകം. നിങ്ങളുടെ ഇന്ത്യൻ ഇൻകം എത്രയേ ഉള്ളൂ? 15 lakhs താഴെ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ? 182 days മാത്രമേ ഉള്ളൂ. സോ ഇവിടെ 15 lakh എക്സീഡ് ചെയ്താലോ? 15 lakh എക്സീഡ് ചെയ്താലോ? രണ്ട് കണ്ടീഷനും വരും. സോ അത് 182 വരും, 60 + 365. പക്ഷേ അവിടെ ഒരു ചേഞ്ച് ഉണ്ട്. നിങ്ങൾ 60 അതേപോലെ വരില്ല. 60 എന്തായിട്ട് റീപ്ലേസ് ആവും? 120 ആയിട്ട് റീപ്ലേസ് ആവും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ ഇന്ത്യൻ സിറ്റിസൺ ഓർ ഇന്ത്യൻ ഒറിജിൻ. സോ അവർ ഇന്ത്യയിലേക്ക് വന്നു, അവർ ഇന്ത്യക്ക് വെളിയിലായിരുന്നു, ഇന്ത്യയിൽ വിസിറ്റിന് വേണ്ടി വന്നു. അവരുടെ ഇൻകം എന്ത് ഇൻകം? എക്സ്ക്ലൂഡിങ് ഇൻകം ഫ്രം ഫോറിൻ സോഴ്സ്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇതേപോലെ തന്നെ എഴുതണം, എക്സ്ക്ലൂഡിങ് ഇൻകം ഫ്രം ഫോറിൻ സോഴ്സ് തന്നെ എഴുതണം. നിങ്ങൾ ഇന്ത്യൻ ഇൻകം എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. ഓക്കെ, ഇന്ത്യൻ ഇൻകം അല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ ഇൻകം എന്ന് പറഞ്ഞു തരുന്നത്, പക്ഷേ ആക്ച്വലി ഇന്ത്യൻ ഇൻകം അല്ല. സോ എന്ത് ഇൻകമാണ്? എക്സ്ക്ലൂഡിങ് ഇൻകം ഫ്രം ഫോറിൻ സോഴ്സ്. അത് എത്ര താഴെ ആയിരിക്കണം? 15 ലക്ഷത്തിൽ താഴെ ആയിരിക്കും. സോ 15 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ? 182 മാത്രമേ ഉള്ളൂ. 15 എക്സീഡ് ചെയ്താലോ? ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഏതും വരും? B1 പ്ലസ് അല്ലെങ്കിൽ B1 ഓർ B2 രണ്ട് കണ്ടീഷനും വരും അല്ലേ? ഏതിൽ? 15 lakh എക്സീഡ് ചെയ്താൽ B1 വരും, B2 വരും. പക്ഷേ ഇവിടെ B2 വരുമ്പോൾ B2 ഡയറക്റ്റ്ലി ആപ്ലിക്കബിൾ ആവില്ല. എന്തായിരുന്നു നമ്മുടെ B2? 60 + 365. അതല്ലായിരുന്നു B2. പക്ഷേ ഇവിടെ ഈ 60 റീപ്ലേസ് ചെയ്ത് 120 ആയിട്ട് മാറും. ആ ഒരു പർട്ടിക്കുലർ കേസിൽ മാത്രം. ഏത് കേസാണ്? ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹു എൻഗേജ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ in an employment or business or profession who visits India during the PY and his total income exceeding 15 lakh. എന്ത് ഇൻകം? ഇൻകം എക്സ്ക്ലൂഡിങ് ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം. സോ അത് 15 lakh എക്സീഡ് ചെയ്താൽ, അതായത് ഈ തേർഡ് കേസിൽ മാത്രമേ നിങ്ങൾക്ക് എന്തുള്ളൂ? ഈ 60 + 365 മാറി 120 + 365 ആയിട്ട് മാറും. ക്ലിയർ ആയോ? സോ നമുക്ക് നോർമലി രണ്ട് ബേസിക് കണ്ടീഷൻ ഉണ്ട്, അതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ചില ആൾക്കാർക്ക് ഏത് മാത്രമേ ഉള്ളൂ? B1 മാത്രമേ ആപ്ലിക്കബിൾ. അത് ആരൊക്കെയായിരുന്നു? ഫസ്റ്റ് എംപ്ലോയ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യൻ സിറ്റിസൺ എംപ്ലോയ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ദെൻ ഇന്ത്യൻ സിറ്റിസൺ ക്രൂ മെമ്പർ ഓഫ് എ ഇന്ത്യൻ ഷിപ്പ്. ദെൻ തേർഡ് കണ്ടീഷൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. അത് രണ്ടും ഓർമ്മയാണ്. ഇന്ത്യൻ സിറ്റിസൺ മാത്രമല്ല, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനും ഉണ്ട്. ഓക്കെ, സോ അയാൾ എന്ത് ചെയ്തു? ഇന്ത്യക്ക് വെളിയിലായിരുന്നു. സോ അവിടെ എന്തോ പരിപാടി ചെയ്യുന്നു, അയാൾ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകും. എന്തിന്? വിസിറ്റിന് വേണ്ടി വന്നു. കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു പോകും. ഓക്കെ, സോ ആ കേസിൽ അയാൾക്ക് ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിങ് ഇൻകം ഫ്രം ഫോറിൻ സോഴ്സ്, അത് നോർമലി പറഞ്ഞാൽ ഇന്ത്യൻ ഇൻകം. ഓക്കെ, സോ ഇന്ത്യൻ ഇൻകം ലെസ് ദാൻ 15 lakh ആണ്. അങ്ങനെയാണെങ്കിലും അയാൾക്ക് ഏത് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ? ഈ മൂന്ന് കേസിലും 182 days മാത്രമേ ഉള്ളൂ. പക്ഷേ ആ തേർഡ് കേസിൽ നിങ്ങളുടെ ഇൻകം 15 ലക്ഷം എന്ന് മാറി എക്സീഡിങ് 15 lakh ആയാൽ, ഒരു 20 lakh നിങ്ങൾക്ക് ഇൻകം ഉണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? സെക്കൻഡ് കണ്ടീഷനും ആപ്ലിക്കബിൾ ആവും. പക്ഷേ സെക്കൻഡ് കണ്ടീഷൻ ഡയറക്റ്റ്ലി ആപ്ലിക്കബിൾ ആണോ? അല്ല. സോ അവിടെ എന്ത് വ്യത്യാസമുണ്ട്? 60 മാറി 120 ആയിട്ട് മാറും. സോ 60 + 365 എത്ര റീപ്ലേസ് ആവും? 120 + 365 ആയിട്ട് റീപ്ലേസ് ആവും. ക്ലിയർ ആയോ? സോ ആ കണ്ടീഷൻ ഓർമ്മ വേണം. അതിലായിരിക്കും നിങ്ങൾ തെറ്റിക്കുള്ളൂ. നിങ്ങളെ ഈ ബേസിക് കണ്ടീഷൻ ഒന്നും ഡയറക്റ്റ്ലി ചോദിക്കില്ല. ഓക്കെ, ഇതിൽ നിന്ന് ചോദിക്കാവുന്ന രണ്ട് ക്വസ്റ്റ്യനേ ഉള്ളൂ. ഒന്ന് ഈ 15 lakh വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ 15 lakh ഡയറക്റ്റ്ലി നിങ്ങൾക്ക് തരില്ല. നിങ്ങൾക്ക് 3-4 ഇൻകം തരുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും. അതിനകത്ത് കുറച്ചധികം ഇൻകമേ ഉള്ളൂ. അതിനകത്ത് കമ്പ്യൂട്ട് ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടോട്ടൽ ഇൻകം എന്നേ ക്വസ്റ്റ്യൻ ഉള്ളൂ. സോ ഇൻകം നിങ്ങൾ ടോട്ടൽ ചെയ്യണം, റിസർച്ച് സ്റ്റാറ്റസ് നിങ്ങൾ നോക്കണം. മീൻസ് 15 ലക്ഷത്തിൽ കൂടുതലാണോ താഴെയാണോ എന്നുള്ളത് നമ്മൾ തന്നെ കമ്പ്യൂട്ട് ചെയ്യണം. അത് വെച്ചിട്ട് വേണം 120 ആപ്ലിക്കബിൾ ആണോ അല്ലയോ തീരുമാനിക്കാൻ. ഓക്കെ, സോ അതിന് ചോദിക്കാവുന്ന ഫസ്റ്റ് സെറ്റ് ഓഫ് ഐറ്റമാണ് ഇത്. ദെൻ പിന്നെ ഉള്ളത് ഡീംഡ് റെസിഡൻറ്റ്. ഓക്കെ, ഇതിപ്പോൾ ക്ലിയർ ആയോ? ബേസിക് കണ്ടീഷൻ 2 ആപ്ലിക്കബിൾ അല്ലാത്ത 3 കേസ്. ഓക്കെ, ഇനി സോ അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞേ എന്തായിരുന്നു? ലാസ്റ്റ് പറഞ്ഞേ പേഴ്സൺ ഓഫ് ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. അയാൾ ഇന്ത്യയിലേക്ക് വന്നു, 15 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഉണ്ട്. 15 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഉണ്ട്. അയാൾക്ക് ഏത് കണ്ടീഷനാണ് ഉള്ളത്? രണ്ട് കണ്ടീഷനും ഉണ്ട്. B1 ഉണ്ട്, B2 ഉണ്ട്. പക്ഷേ എന്താ വ്യത്യാസം? B2-ൽ 60 മാറി 120 ആയി. ഓക്കെ, B2-ൽ 60 മാറി 120 ആയി. ഓക്കെ, സോ അയാൾ B1 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് കരുതാം. ഏത് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ? B2 മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ, B2 അയാൾ സാറ്റിസ്ഫൈ ചെയ്തു.
സോ അയാൾ ആരായി? റെസിഡൻ്റ് ആയി. സോ അങ്ങനെ B2 സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ട് അയാൾ റെസിഡൻ്റ് ആയി. അയാൾ മാത്രം. ഏത് നമ്മളിപ്പോൾ പറഞ്ഞ 15 ലക്ഷം എക്സീഡ് ചെയ്തു, B2 സാറ്റിസ്ഫൈ ചെയ്തു. സോ അതുകൊണ്ട് മാത്രമാണ് അയാൾ റെസിഡൻ്റ് ആവുന്നുണ്ടെങ്കിൽ ഹീസ് ഓൾവേസ് ആർനോവ. അവരെന്ത് നോക്കണ്ട? അഡീഷണൽ കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഏതാ പറഞ്ഞത്? ഏത് കണ്ടീഷനാണ് പറഞ്ഞത്? നിങ്ങളുടെ ഇൻകം 15 lakh എക്സീഡ് ചെയ്തു. ഓക്കെ, നിങ്ങൾ ഇന്ത്യൻ സിറ്റിസണോ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനോ ആണ്, നിങ്ങൾക്ക് ഇന്ത്യക്ക് വെളിയിലാണ് നിങ്ങൾ സെറ്റിൽ, നിങ്ങൾ ഈ വർഷം ഇന്ത്യയിലേക്ക് വന്നു. ഓക്കെ, നിങ്ങൾ 182 days ഇന്ത്യയിലില്ല. സോ പിന്നെ നിങ്ങൾക്കുള്ള ഏതാ? B2 അല്ലേ ഉള്ളൂ. സോ മോർ ദാൻ 50 lakh ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് B2 ആപ്ലിക്കബിൾ ആണ്. സോ B2 നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തു, അതായത് മോർ ദാൻ ഒരു 130 days ഇന്ത്യയിലുണ്ട്, പ്രീവിയസ് 4 years ആയിട്ട് 365 days ഇന്ത്യയിലുണ്ട്. സോ നിങ്ങൾ എന്ത് സാറ്റിസ്ഫൈ ചെയ്തു? B2 സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ? സോ അങ്ങനെ B2 ആണ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരായിട്ട് മാറും? റെസിഡൻ്റ് ആണ്, ബട്ട് ഓൾവേസ് ആർനോവ. നിങ്ങൾ എന്ത് നോക്കണ്ട? അഡീഷണൽ കണ്ടീഷൻ നോക്കേണ്ട ആവശ്യം. നോർമലി നമ്മൾ ആർനോവറാണെന്ന് എങ്ങനെ തീരുമാനിക്കുക? അഡീഷണൽ കണ്ടീഷൻ നോക്കിയിട്ടല്ലേ തീരുമാനിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ 15 lakh എക്സീഡ് ചെയ്തു, B2 സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ റെസിഡൻ്റ് ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്തായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ? ആർനോവറായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. നിങ്ങൾ എന്ത് നോക്കണ്ട? അഡീഷണൽ കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? ഓക്കെ, സോ അപ്പോൾ 15 lakh എക്സീഡ് ചെയ്യുന്നതിൻ്റെ പേരിലാണ് നിങ്ങൾ റെസിഡൻ്റ് ആവുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾവേസ് ആർനോവ. ഇതൊന്ന് വായിച്ചേ. നമ്മളിപ്പോൾ പറഞ്ഞതിന് സമ്മറിയാണ്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാരുടെ കേസ് മാത്രമേ പറയുന്നുള്ളൂ? നമ്മൾ അവസാനം പറഞ്ഞ 2 കേസില്ലേ, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഓർ ഇന്ത്യൻ സിറ്റിസൺ. സോ അവരുടെ കേസ് മാത്രമേ പറഞ്ഞു. 15 lakh കൂടുതലാണെങ്കിൽ 15 lakh കുറവാണെങ്കിൽ. സോ അവർ ലെസ് ദാൻ 120 days ആണ്. ലെസ് ദാൻ 120 days ആണെങ്കിലോ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ നോർമലി എന്തില്ല? ബേസിക് കണ്ടീഷൻ 2 ഇല്ല. ഓക്കെ, ഇനി ബേസിക് കണ്ടീഷൻ 2 ആപ്ലിക്കബിൾ ആയാലും എത്ര ദിവസമായിട്ട് റീപ്ലേസ് ചെയ്യണം? 120 ആയിട്ട് റീപ്ലേസ് ചെയ്യണം അല്ലേ? സോ 120 താഴെയാണ് ഉള്ളതെങ്കിൽ, 120 താഴെയാണെന്നുണ്ടെങ്കിൽ അയാൾ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? NR തന്നെയായിരിക്കും അല്ലേ? അയാൾക്ക് എപ്പോഴും 60യുടെ കണ്ടീഷൻ ആപ്ലിക്കബിൾ ആവുമോ? ഇല്ല. പേഴ്സൺ ഓഫ് ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അയാൾക്ക് എപ്പോഴെങ്കിലും 60യുടെ കണ്ടീഷൻ വരുമോ? ഇല്ല. സെക്കൻഡ് കണ്ടീഷൻ വന്നാലും 60 ആണോ അവിടെയുള്ള ലിമിറ്റ്? അല്ല, 120 ആണ്. സോ ആ കേസിൽ ലെസ് ദാൻ 120 days ആണ് അയാൾ ഇന്ത്യയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഓൾവേസ് എന്ത് തന്നെ ആവുള്ളൂ? NR തന്നെ ആവുള്ളൂ. ഓക്കെ, ഇനി അയാൾ 120 ദിവസത്തിന് മേലെ ഇന്ത്യയിലുണ്ട്, പക്ഷേ 181 days വരെ ഉള്ളൂ, അതായത് 182 എത്തിയിട്ടില്ല. 120 കടന്നു, പക്ഷേ 182 എത്തിയിട്ടില്ല. സോ അങ്ങനെയാണെങ്കിലോ അയാൾക്ക് ഏത് കണ്ടീഷൻ ഉണ്ടാവും? ബേസിക് കണ്ടീഷൻ 1 ഉണ്ടാവും. ഉണ്ടോ? ഇല്ല. 1 സാറ്റിസ്ഫൈ ആവുമോ? സാറ്റിസ്ഫൈ ആവില്ല. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? ബേസിക് കണ്ടീഷൻ 2 മാത്രമേ ഉള്ളൂ. എന്താ 2? 120 + 365. സോ അപ്പോൾ പിന്നെ നമ്മൾ എന്ത് നോക്കിയാൽ മതി? അയാൾ 120 എന്തായാലും സാറ്റിസ്ഫൈ ചെയ്തല്ലോ, ചെയ്തു. സോ പിന്നെ പ്രീവിയസ് 4 years 365 days ഇന്ത്യയിലുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. പ്ലസ് എന്നും കൂടെ നോക്കണം, ടോട്ടൽ ഇൻകം ഈസ് മോർ ദാൻ 15 lakh ആണോ നോക്കണം. മോർ ദാൻ 15 lakh ആണെങ്കിലല്ലേ ആ കണ്ടീഷൻ ഉള്ളൂ. അത് ലെസ് ദാൻ 50 lakh ആണല്ലോ, ആ കണ്ടീഷൻ ഇല്ല. ബേസിക് കണ്ടീഷൻ 2 അല്ലേ ഇത്? മീൻസ് അയാൾക്ക് ഇത് ലെസ് ദാൻ 15 lakh ആയിരുന്നു. ലെസ് ദാൻ 50 lakh ആണെങ്കിൽ എന്തില്ല? 120 ഉണ്ടോ? ഇല്ല. ലെസ് ദാൻ 50 lakh ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ? B1 മാത്രമേ ഉള്ളൂ. സോ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ്, അയാൾ 120 ദിവസത്തിന് മേലെ ഇന്ത്യയിലുണ്ട്, അല്ലെങ്കിൽ 182 താഴെ ഉള്ളൂ. 120 കടന്നു, പക്ഷേ 182 എത്തിയിട്ടില്ല. സോ അങ്ങനെയാണെങ്കിൽ അയാളുടെ റെസിഡൻസി സ്റ്റാറ്റസ് നോക്കണം. എന്തൊക്കെ കാര്യം നോക്കണം? 365 ഉണ്ടോ എന്ന് നോക്കണം. ഇൻകം മോർ ദാൻ 50 lakh ആണോ എന്ന് നോക്കണം. സോ മോർ ദാൻ 50 lakh ആണെങ്കിൽ അയാൾ ആരായിട്ട് മാറും? RNOR ആയിട്ട് മാറും അല്ലേ? B2 സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ റെസിഡൻ്റ് ആവുന്നതെന്നുണ്ടെങ്കിൽ ഓൾവേസ് RNOR. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ്, അയാൾ 182 മോർ ദാൻ 182 days ഇന്ത്യയിലുണ്ട്. മോർ ദാൻ 182 days ഇന്ത്യയിലുണ്ട്. സോ അപ്പോൾ ആരായിട്ട് മാറി? റെസിഡൻ്റ് ആയിട്ട് മാറി. സോ അയാൾ എപ്പോഴും RNOR ആവുമോ? ഇല്ല. എപ്പോഴും RNORൻ്റെ കേസ് വരുള്ളൂ? 120യുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്തുള്ളൂ? RNOR ഉള്ളൂ.
182 ഡേയ്സിൻ്റെ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? നമ്മൾ അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും നോക്കണം. ഓക്കെ, 182 ഡേയ്സ് ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ 2 അഡീഷണൽ കണ്ടീഷൻ നോക്കണം. 120 ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾവേസ് ആർനോ. അവിടെ നിങ്ങൾ എന്ത് നോക്കണ്ട? അഡീഷണൽ കണ്ടീഷൻ നോക്കണ്ട. എപ്പോഴാണ് 120 വരുള്ളൂ? ഇൻകം മോർ ദാൻ 15 lakh ആകുമ്പോൾ. അത് ഓർമ്മ വന്നു. സോ ഇൻകം മോർ ദാൻ 15 lakh ആണെങ്കിലേ നമുക്ക് എന്തുള്ളൂ? 120 ഡേയ്സിൻ്റെ കണ്ടീഷനുള്ളൂ. സോ 120 ഡേയ്സിൻ്റെ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾവേസ് എന്തായിരിക്കും? ആർനോ ആയിരിക്കും. പക്ഷേ 182 ആണെങ്കിലോ അഡീഷണൽ കണ്ടീഷൻ രണ്ടും നോക്കണം. എന്നിട്ട് അയാൾ ROR ആണോ RNOR ആണോ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ കേസിൽ ഓൾവേസ് RNOR എന്ന് പറയാൻ പറ്റില്ല. സോ 182 ആണ് സാറ്റിസ്ഫൈ ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? 2 അഡീഷണൽ കണ്ടീഷൻ നോക്കണം. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ ലാസ്റ്റ് ഡീംഡ് റെസിഡൻറ്റ്. ഡീംഡ് റെസിഡൻറ്റ്. ഓക്കെ, സോ നമ്മളിപ്പോൾ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞതുമായിട്ട് എല്ലാം സിമിലറാണ്. ഇപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞ കേസ് എന്തായിരുന്നു? ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഇന്ത്യൻ സിറ്റിസൺ, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. അയാൾ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യാൻ വന്നു. പിന്നെന്താ കാര്യം പറഞ്ഞിരുന്നത്? ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിങ് ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം മോർ ദാൻ 50 lakh ആണെങ്കിൽ അയാൾക്ക് ഏതൊക്കെയുണ്ട്? 182 ഡേയ്സും ഉണ്ട്, 120 + 365ൻ്റെ കണ്ടീഷനുണ്ട്. ഓക്കെ, സോ ഇനി ഡീംഡ് റെസിഡൻറ്റ് നമ്മൾ പറയാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇല്ല. ഏത് മാത്രമേ ഉള്ളൂ? ഇന്ത്യൻ സിറ്റിസൺ മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് മോർ ദാൻ 15 lakh ഇൻകം ഉണ്ട്, മോർ ദാൻ 15 lakh ഇൻകം ഉണ്ട്. സോ നിങ്ങൾക്ക് ഏത് കണ്ടീഷൻ ആപ്ലിക്കബിൾ ആവുക? ഇന്ത്യൻ സിറ്റിസൺ ആണ്, നിങ്ങൾക്ക് മോർ ദാൻ 15 lakh ഇൻകം ഉണ്ട്. നിങ്ങൾക്ക് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? മോർ ദാൻ 50 lakh ആണെങ്കിൽ B1 ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. B1 എന്തായാലും ഉണ്ട്. B1 ഉണ്ട്. B2 ഉണ്ടോ? B2 ഉണ്ട്, പക്ഷേ 120 + 365. സോ ഇതിനകത്ത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താലേ നിങ്ങൾ റെസിഡൻ്റ് ആവുള്ളൂ. ഇത് രണ്ടും നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ആരായിട്ട് മാറി? NR ആയിട്ട് മാറും അല്ലേ? NR ആയിട്ട് മാറും. ഈ കേസിൽ ആരെപ്പറ്റി മാത്രമേ പറയുന്നുള്ളൂ? ഇന്ത്യൻ സിറ്റിസൺ മാത്രമേ പറയുന്നുള്ളൂ. സോ നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, നിങ്ങൾ ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിങ് ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം 15 ലക്ഷം എക്സീഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ റെസിഡൻറ്റും അല്ല. അതായത് നമ്മുടെ 2 കണ്ടീഷൻ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ നിങ്ങൾ ഇന്ത്യയിൽ ആരായി? NR ആയി. പക്ഷേ നിങ്ങൾ വേറെ ഒരു രാജ്യത്തും നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നില്ല. നിങ്ങൾ വേറെ ഒരു രാജ്യത്തും നിങ്ങൾ ടാക്സ് മീൻസ് നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത റെസിഡൻ്റ് ആവാത്ത എന്തുകൊണ്ടാണ്? അറ്റ്ലീസ്റ്റ് 120 ഡേയ്സ് പോലും നിങ്ങൾ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ. സോ അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം നിങ്ങൾ എവിടെയായിരിക്കും? സ്വാഭാവികമായിട്ടും വേറെ ഏതൊക്കെയോ കൺട്രിയിലാണ്. മേ ബി നിങ്ങൾ അവിടെ റെസിഡൻ്റ് ആവാം, അല്ലെങ്കിൽ ആവാണ്ടിരിക്കാം. അവിടെയും ടാക്സ് ലോസ് ഉണ്ടാവില്ലേ? നമ്മളിപ്പോൾ ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് പഠിക്കുന്നത് പോലെ ഇപ്പോൾ വേറെ ഏത് ഫോറിൻ കൺട്രി പോയാലും അവിടെയും ടാക്സ് ലോസ് ഉണ്ടാവും. അവിടെ നിങ്ങൾ എന്ത് അടയ്ക്കേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, അവിടെ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, പക്ഷേ അവിടെ നിങ്ങൾക്ക് ടാക്സ് ലോസ് ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ടാക്സ് ഫ്രീ കൺട്രീസ് ആയിരിക്കും. എല്ലാ രാജ്യത്തും ടാക്സ് ഒന്നും ഇല്ല. ഓക്കെ, ടാക്സ് ഇല്ലാത്ത കൺട്രീസും ഉണ്ട്. സോ അവിടെ നിങ്ങൾക്ക് ടാക്സ് ഒന്നും അടയ്ക്കേണ്ട. അവിടെ നിങ്ങൾ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് ടാക്സ് ഒന്നും അടയ്ക്കേണ്ട. പക്ഷേ നിങ്ങളുടെ ഇൻകം എത്രയുണ്ട്? മോർ ദാൻ 15 lakh ഉണ്ട്. മോർ ദാൻ 15 lakh നിങ്ങൾക്ക് ഇൻകം ഉണ്ട്. നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഇന്ത്യയിൽ റെസിഡൻറ്റും അല്ല. ഇന്ത്യയിൽ റെസിഡൻറ്റും അല്ലെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഡീംഡ് റെസിഡൻറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ രാജ്യത്തൊന്നും നിങ്ങൾ ടാക്സും അടയ്ക്കുന്നില്ല. സോ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾ ആരായിട്ട് ട്രീറ്റ് ചെയ്യും? ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അത് നിങ്ങൾ വേറെ എവിടെ ടാക്സ് അടയ്ക്കുന്നില്ലെങ്കിൽ എവിടെ അടയ്ക്കണം? ഇന്ത്യയിൽ അടച്ചോളൂ. ഓക്കെ, നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്, നിങ്ങൾക്ക് 15 ലക്ഷത്തിന് മേലെ ഇൻകം ഉണ്ട്. എന്ത് ഇൻകം? ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിങ് ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇൻകം, ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിങ് ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം. സോ നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺ ആണ്, 15 ലക്ഷത്തിന് മേലെ ഇൻകം ഉണ്ട്, നിങ്ങൾ വേറെ രാജ്യത്തൊന്നും ടാക്സും അടയ്ക്കുന്നില്ല. സോ ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾ ആരായിട്ട് മാറി? ഡീംഡ് റെസിഡൻ്റ് ആയിട്ട് മാറി. ഓക്കെ, അവിടെ ജസ്റ്റ് റെസിഡൻ്റ് എന്ന് പറയരുത്, എന്തെന്ന് പറയാവുള്ളൂ? ഡീംഡ് റെസിഡൻ്റ് ആയിട്ട് മാറി. സോ ഡീംഡ് റെസിഡൻ്റ് ആണെങ്കിലും നിങ്ങൾ ഓൾവേസ് ആരായിരിക്കും? RNOR ആയിരിക്കും. ഡീംഡ് റെസിഡൻ്റ് ആണെങ്കിലും എപ്പോഴും നമ്മൾ ആരായിരിക്കും? RNOR ആയിരിക്കും. സോ അവിടെ നമ്മൾ എന്ത് നോക്കണ്ട? അഡീഷണൽ കണ്ടീഷൻസ് ഒന്നും നോക്കണ്ട. ഓക്കെ, സോ ഈ കേസിൽ അയാൾ ഇന്ത്യയിലേക്ക് വരണം നിർബന്ധമുണ്ടോ? ഇല്ല. നിങ്ങൾ ഒരു ദിവസം പോലും ഇന്ത്യയിൽ ഇല്ലെങ്കിലും നിങ്ങൾ ആരാവാൻ ചാൻസ് ഉണ്ട്? ഡീംഡ് റെസിഡൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു ദിവസം പോലും ഇന്ത്യയിലില്ല, പക്ഷേ ഇന്ത്യയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നിൽക്കുന്ന കൺട്രി, ഒരു കൺട്രി എക്സിലാണ് നിങ്ങൾ നിൽക്കുന്നത്, അവിടെ നിങ്ങൾ ടാക്സ് അടയ്ക്കണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരാവാം? ഇന്ത്യയിൽ ഡീംഡ് റെസിഡൻ്റ് ആവാം, ഇന്ത്യയിൽ അതിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. ഡീംഡ് റെസിഡൻ്റ് ആണെങ്കിൽ ഓൾവേസ് RNOR ആയിരിക്കും. ക്ലിയർ ആയോ?
സോ എന്താ മറ്റേതും തമ്മിൽ വ്യത്യാസം? ഇപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞ 15 ലക്ഷം എക്സീഡ് ചെയ്താലും ഈ 15 ലക്ഷം എക്സീഡ് ചെയ്യുന്ന കേസിൽ എന്താ വ്യത്യാസം? സ്റ്റേ കേട്ടില്ല. ഇവിടെ സ്റ്റേ വേണം. എന്തില്ല? ഇപ്പം 120 + 365 അല്ലെങ്കിൽ 182 ഡേയ്സ്. സോ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണ്ട. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താലോ? നിങ്ങൾ ഡീംഡ് റെസിഡൻ്റ് ആണോ? അല്ല. നിങ്ങൾ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരല്ല? ഡീംഡ് റെസിഡൻ്റ് അല്ല. അപ്പോൾ അവിടെ നിങ്ങൾ നോർമൽ റെസിഡൻ്റാണ്. ഓക്കെ, രണ്ട് ബേസിക് കണ്ടീഷൻ നിങ്ങൾ ഫെയിൽ ആയാലേ എങ്ങോട്ട് പോകുള്ളൂ? ഡീംഡ് റെസിഡൻറ്റിലേക്ക് പോകുള്ളൂ. സോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഏതാ? നമ്മുടെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് വേണം നോക്കാം. സോ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എവിടെ പോകുള്ളൂ? നോർമൽ റെസിഡൻസി. നമ്മൾ ആദ്യം പറഞ്ഞ കേസിലേക്ക് പോകുള്ളൂ. ഓക്കെ, രണ്ടും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ? പിന്നെ ഡീംഡ് റെസിഡൻ്റ് ആണോ ഇല്ലയോ എന്ന് നോക്കേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ ആയോ? പേഴ്സൺ ലയബിൾ ടു ടാക്സ്. ഈ തേർഡ് പോയിന്റ്, ആ തേർഡ് പോയിന്റ് ഒന്ന് വായിച്ചേ. ദിസ് പ്രൊവിഷൻ ഡസ് നോട്ട് അപ്ലൈ ഇഫ് ഈസ് ഓൾറെഡി റെസിഡൻ്റ് അണ്ടർ നോർമൽ ടെസ്റ്റ്. ഡീംഡ് റെസിഡൻ്റ് എപ്പോൾ ആപ്ലിക്കബിൾ ആവില്ല? നമ്മൾ ബേസിക് കണ്ടീഷൻ 1 ഉം 2 നോക്കി, അത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തു. സോ അങ്ങനെയാണ് നിങ്ങൾ ആരല്ല? ഡീംഡ് റെസിഡൻ്റ് അല്ല. സോ അവിടെ നിങ്ങൾ നോർമൽ റെസിഡൻ്റ് ആണ്. ഓക്കെ, ബേസിക് കണ്ടീഷൻ 1 ഉം 2 ഉം ഫെയിൽ ആയാലേ നമ്മൾ എങ്ങോട്ട് നോക്കേണ്ട ആവശ്യമുള്ളൂ? ഡീംഡ് റെസിഡൻസിയിലേക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇതൊന്ന് വായിച്ച് ഈ പോയിന്റ്സ് ടു റിമെമ്പർ എന്ന് എഴുതിയേക്കുന്നത്. ഡീംഡ് റെസിഡൻസി ആർക്ക് മാത്രമേ ഉള്ളൂ? ഇന്ത്യൻ. ആർക്കില്ല? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇല്ല. ഓർമ്മ വേണം, ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ മാത്രമേ എന്തുള്ളൂ? ഡീംഡ് റെസിഡൻ്റ് ആവുള്ളൂ. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഡീംഡ് റെസിഡൻറ്റ് അല്ല. ദെൻ ഇന്ത്യയിൽ സ്റ്റേ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഒരു ദിവസം പോലും നിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവണം നിർബന്ധമില്ല. ഡീംഡ് റെസിഡൻ്റ് ആവാൻ ഒരു ദിവസം പോലും നിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി? നിങ്ങൾക്ക് 15 ലക്ഷത്തിന് മേലെ ഇൻകം ഉണ്ട്. ഇന്ത്യൻ സിറ്റിസൺ ആവണം, ഇന്ത്യയിൽ നിന്ന് 15 ലക്ഷത്തിന് മേലെ ഇൻകം ഉണ്ടാവണം, പ്ലസ് വേറെ രാജ്യത്തൊന്നും ടാക്സ് അടയ്ക്കാനും പാടില്ല. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആരായി? ഇന്ത്യയിൽ ഡീംഡ് റെസിഡൻ്റ് ആയി. ദെൻ ലാസ്റ്റ് ഓൾവേസ് ആരായിരിക്കും? ആർനോവർ ആയിരിക്കും. ഡീംഡ് റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ആർനോവർ ആയിരിക്കും. ഓക്കെ, സോ ഈ ആൾട്ടർനേറ്റീവ് വേ എന്ന് എഴുതിയേക്കുന്നത് നമ്മൾ 2 ബേസിക്കും 2 അഡീഷണൽ കണ്ടീഷൻ പറഞ്ഞില്ലേ? ഈ അഡീഷണൽ കണ്ടീഷൻ തിരിച്ചെഴുതിയേക്കുന്നതാണിത്. അഡീഷണൽ കണ്ടീഷൻ തിരിച്ചെഴുതിയേക്കുന്നതാണിത്. സോ ചില മെറ്റീരിയലിൽ ഇങ്ങനെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണ് 2 വേ എഴുതിയേക്കുന്നത്. സോ നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ബേസിക് അഡീഷണൽ മാത്രം പഠിച്ചാൽ മതി. ഇത് വിട്ടേക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ചില ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് ആൻസർ ഇങ്ങനെയായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക. ആർനോവർ ആണ്, പക്ഷേ ഇതാണ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, സോ അതും ഇതും സെയിം തന്നെയാണ്. രണ്ടും ഒരേ കാര്യം, 2 രീതിയിൽ എഴുതി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തായിരുന്നു അഡീഷണൽ കണ്ടീഷൻ 1? അഡീഷണൽ കണ്ടീഷൻ 1 എന്തായിരുന്നു? 2 ഔട്ട് ഓഫ് 10 അല്ലേ? 2 PYയിൽ നിങ്ങൾ എന്തായിരിക്കണം? റെസിഡൻ്റ് ആയിരിക്കണം. ലാസ്റ്റ് 10 PYയിൽ. സോ അങ്ങനെയാണെങ്കിൽ 2 ഔട്ട് ഓഫ് 10 എന്നല്ലേ പറഞ്ഞേക്കണേ. സോ 9 ഔട്ട് ഓഫ് 10ൽ നിങ്ങൾ NR എന്ന് തന്നാലോ? 9 ഔട്ട് ഓഫ് 10ൽ നിങ്ങളുടെ നോൺ റെസിഡൻ്റ് ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അഡീഷണൽ കണ്ടീഷൻ 1 സാറ്റിസ്ഫൈ ചെയ്തോ ഇല്ലയോ? ചെയ്തില്ല അല്ലേ? 2 ഔട്ട് ഓഫ് 10ൽ റെസിഡൻ്റ് ആവുമോ? അപ്പം ഇല്ല, ഒരു വർഷമല്ലേ റെസിഡൻ്റ് ആവുള്ളൂ. സോ അതാണ് തിരിച്ചെഴുതിയേക്കുന്നത്. 9 ഔട്ട് ഓഫ് 10ൽ എന്നാ മീൻസ് നമ്മുടെ അഡീഷണൽ കണ്ടീഷൻ 1 തന്നെ തിരിച്ച് വേറെ റീഡിങ്സിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ ആൾട്ടർനേറ്റീവ് വേ കണ്ടിട്ട് നിങ്ങൾ ഈ വലിയ കാര്യം കണ്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ബേസിക് 1ഉം 2 ബേസിക്കും 2 അഡീഷണലും ഈ 2 അഡീഷണലും മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇതാണ് ഉള്ളതിൽ എളുപ്പം. മറ്റേ നിങ്ങൾ ഈ 4 കണ്ടീഷനും എഴുതണം. ഓക്കെ, 2 എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ ഇത് വിട്ടേക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ്. സോ നമ്മൾ ഇതല്ല, ഈ ചാപ്റ്റർ ആകെ കുറച്ചേ ഉള്ളൂ. കുറച്ച് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നു വേണം. കാരണം ഈ ലാസ്റ്റ് ഈ ടേബിളും കൂടെ പറയാതെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് HUF. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് HUF നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമുള്ള സാധനമല്ല, പക്ഷേ മെറ്റീരിയലുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, പഠിക്കാനൊന്നും പോകണ്ട, ജസ്റ്റ് കാര്യം മാത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. HUFന് എന്ത് നോക്കണം? കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്. സോ ഇൻഡിവിജ്വൽ ആണെങ്കിൽ, ഇന്ത്യയിൽ ഒരു വ്യക്തിയല്ലേ, സോ അയാൾ ഇന്ത്യയിൽ ഉണ്ടോ ഇല്ലയോ നോക്കിയാൽ മതി. HUF എന്ന് പറഞ്ഞാലോ ഒരാളാണോ? അല്ല. എന്താ HUFന് ഫുൾ ഫോം?
ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. നമുക്ക് ചാപ്റ്റർ 1 അതിൻ്റെ 2 കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ദയാഭകം, മിതാക്ഷരം എന്ന് പറഞ്ഞാൽ ഹിന്ദു ലോസ് ഒക്കെ പഠിക്കാനുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് എക്സാമിന് ചോദിക്കാറില്ല. ഓക്കെ, സോ അതുകൊണ്ട് അതൊക്കെ വിട്ടേക്കാം, നിങ്ങൾ മൈൻഡ് ആക്കണ്ട. സോ HUF എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒറ്റയ്ക്കല്ല, അല്ലേ, ഒന്നിലധികം ആൾക്കാരുണ്ട്. സോ അപ്പോൾ എല്ലാവരും മോർ ദാൻ 180 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. സോ അപ്പോൾ HUFൻ്റെ കേസിൽ HUFൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻ്റ് ആണ് നോക്കുക. ആര് കൺട്രോൾ ചെയ്യുന്നു, ആര് മാനേജ് ചെയ്യുന്നു? HUF നോർമലി കൺട്രോൾ ചെയ്യുന്ന ആരാ? കർത്തയാണ് ഹെഡ് ഓഫ് HUF ആയിട്ട് നമ്മൾ പറയാം. സോ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണോ അല്ലയോ, അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം. HUFനെ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണോ അതോ ഇന്ത്യക്ക് വെളിയിൽ നിന്നിട്ടാണോ? സോ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ, മുഴുവൻ ഇന്ത്യയിൽ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇന്ത്യയിൽ. സോ അങ്ങനെയാണെങ്കിൽ പിന്നെ നോക്കേണ്ട കാര്യം കർത്ത അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഏതൊക്കെ നമ്മൾ അഡീഷണൽ കണ്ടീഷൻ? 2 out of 10 റെസിഡൻ്റ് ആയിരിക്കണം. ദെൻ 7 years 730 days ഉണ്ടായിരിക്കണം. ഓക്കെ, 7 years 730 days ഇന്ത്യയിൽ ഉണ്ടായിരിക്കും. സോ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, ആരാവുള്ളൂ? ആര്? കർത്തയാണോ? അല്ല, HUF. കർത്ത അല്ല. കർത്ത നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കർത്തയുടെ റെസിഡൻഷ്യൽ ചാർജ് നോക്കണം. ഓക്കെ, കർത്ത റെസിഡൻ്റ് ആണോ അല്ലെങ്കിൽ അല്ലേ കർത്തയ്ക്ക് അഡീഷണൽ കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സോ ഇവിടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, കർത്ത അഡീഷണൽ സാറ്റിസ്ഫൈ ചെയ്താൽ HUF എന്തായിട്ട് മാറും? ROR ആയിട്ട് മാറും. ഓക്കെ, കർത്ത അല്ല ROR ആവുന്നത്. ആരാ ROR ആവുന്നത്? HUF ആണ് ROR. മേ ബി കർത്ത ROR ആയിരിക്കും. ഓക്കെ, അതല്ല നമ്മളിവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ ആരെ പറ്റിയാണ് പറയുന്നത്? HUFനെ പറ്റിയാണ് പറയുന്നത്. സോ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെങ്കിൽ ദെൻ കർത്ത അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ HUF ആരായി? ROR ആയി. സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ RNOR ആയി. ഇനി കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ NR ആയി. ഓക്കെ, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് മുഴുവൻ ഇന്ത്യക്ക് വെളിയിലാണ്, ഇന്ത്യയിലല്ല. HUF ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിൽ നടക്കുന്നില്ല. HUFനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ആരാ? ഇന്ത്യക്ക് വെളിയിൽ നിന്നിട്ടാണ് ആൾക്കാർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ മേ ബി HUF ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്നുണ്ടാവും. അതല്ല, HUFൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ HUF ആരായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ? NR ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ സോ അതാണ് HUFൻ്റെ കേസ്. സോ അതൊക്കെ നിങ്ങൾ ഈ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് വായിച്ച് നോക്കിയാൽ മതി, അതൊന്നും ചോദിക്കില്ല. ദെൻ സോ ഇത്ര ആളുകൾക്ക് മാത്രമേ ഏറ്റവും ഫസ്റ്റ് എടുത്തേ ആർക്കൊക്കെ മാത്രമേ ROR, RNOR ആൻഡ് NR ഈ 3 കണ്ടീഷൻ ആർക്ക് മാത്രമേ ഉള്ളൂ? ഇൻഡിവിജ്വൽസിനും HUFനും അല്ലേ. സോ നമ്മൾ ഇൻഡിവിജ്വൽസിൻ്റെ കേസ് HUFൻ്റെ കേസും പറഞ്ഞില്ലേ. ബാക്കിയുള്ളവർക്കെല്ലാം എന്ത് മാത്രമേ ഉള്ളൂ? ഒന്നെങ്കിൽ R അല്ലെങ്കിൽ NR. അവിടെ ROR RNOR സ്പ്ലിറ്റ് ഇല്ല. സോ ഇനി പറയുന്നവർക്കല്ല, ഒന്നെങ്കിൽ R അല്ലെങ്കിൽ NR. ആ 2 കാര്യം നോക്കിയാൽ മതി. ഫസ്റ്റ് ഫേമ, AOP, BOI, ലോക്കൽ അതോറിറ്റി, AJP. അവിടെ എന്ത് നോക്കണം? കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്. അത് മുഴുവനായിട്ട് ഇന്ത്യയിലോ കുറച്ചെങ്കിലും ഇന്ത്യയിലാണെങ്കിൽ ആരായി? പ്രസിഡൻ്റായി. ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ, ഫുള്ള് വെളിയിലാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? NR ആവും. ഓക്കെ, ദെൻ സെയിം നെക്സ്റ്റ് കമ്പനി അതേപോലെ തന്നെ ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ റെസിഡൻറ്റ്. സോ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനീസാണ് ഇന്ത്യൻ കമ്പനി ട്രീറ്റ് ചെയ്യുക. ലോ പഠിച്ചില്ലേ? എന്താ ഇന്ത്യൻ കമ്പനി ഇൻകോർപ്പറേറ്റഡ്. ബാക്കി ഇന്ന് ഇന്ത്യ എന്നാണ് പഠിക്കുന്നത്. അണ്ടർ ലോ ഡെഫിനേഷൻ ചോദിച്ച ഡെഫിനേഷൻ അതാ, കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇന്ത്യ എന്നാണ് നിങ്ങൾ പഠിക്കുന്നത്. അല്ല, എന്താ ഇന്ത്യൻ കമ്പനി ഡെഫിനേഷൻ? കമ്പനി ഇൻകോർപ്പറേറ്റഡ് under Companies Act 2013 or any other previous act ഏതോ 1956. സോ ഈ 2 ആക്ട് ഏതെങ്കിലും ആക്ടിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനീസാണ് ഇന്ത്യൻ കമ്പനി. ഓക്കെ, സോ അപ്പോൾ ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ ഓൾവേസ് റെസിഡൻറ്റ്. അവർ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഇന്ത്യയിൽ ഒരു കമ്പനി ഫോം ചെയ്തു, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന പുറത്താണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കമ്പനി എന്തായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ? റെസിഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതർ കമ്പനി, അതായത് ഫോറിൻ കമ്പനിക്ക് എന്ത് നോക്കണം? എന്താ POEM? പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ്. സോ എന്താ നിങ്ങൾ പഠിക്കണം? നിങ്ങൾക്ക് ലോയിലുണ്ടല്ലോ അത്, ഇല്ലേ? ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ലോയിലുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അതെന്തെങ്കിലും ആട്ടെ. സോ POEM നിങ്ങൾ എന്താണെന്ന് പഠിക്കണം, നിങ്ങളൊന്നും ചോദിക്കൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. സോ ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ ഓൾവേസ് റെസിഡൻറ്റ്. ഇനി ഫോറിൻ കമ്പനി ആണെങ്കിൽ അല്ലെങ്കിൽ അതർ ദാൻ ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ എന്ത് നോക്കണം? POEM എവിടെയാണെന്ന് നോക്കണം. പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ്, അതാണ് POEMൻ്റെ ഫുൾ ഫോം. താഴെ ഉണ്ടോ? ഉണ്ട്. എന്താണ് POEM എന്നുള്ളത് താഴെയുണ്ട്.
ഓക്കെ. സോ POEM ഇന്ത്യയിലാണെങ്കിൽ ആരായി മാറി? റെസിഡൻ്റായി. അതും ഇന്ത്യയിലല്ലെങ്കിലോ? NR. സോ ഫോറിൻ കമ്പനി അതിൻ്റെ POEM ഇന്ത്യയിലല്ലെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? NR ആവുള്ളൂ. ബാക്കി എല്ലാ കേസിലും റെസിഡൻറ്റ്. ക്ലിയർ? അതാണ് ആര്? കമ്പനീസ്. സോ ഇതൊന്നും ഇപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞ 3 കാര്യങ്ങളും വലിയ ആവശ്യമുള്ളതല്ല. നമ്മൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. HUFൻ്റെ AOP, BOE, AJP, ദെൻ ലാസ്റ്റ് കമ്പനി. ഓക്കെ, ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള സാധനമല്ല. ദെൻ ഈ ചാപ്റ്ററിൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ നമ്മൾ ആദ്യം പറഞ്ഞ 2 കേസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡീംഡ് ആ 15 lakhൻ്റെ കണ്ടീഷൻ വരുന്നതും ഈ ഡീംഡ് റെസിഡൻറ്റും. സോ ഇനി ആവശ്യമുള്ള സാധനമാണ് ഈ ലാസ്റ്റ് ടേബിൾ. സോ നമ്മൾ 3 സ്റ്റാറ്റസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു 3 സ്റ്റാറ്റസ്? ROR, വെറും റെസിഡൻ്റ് അല്ല, ഇനിയുള്ളത് ROR അല്ലെങ്കിൽ RNOR, ഇതൊന്നും അല്ലെങ്കിൽ NR. സോ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് നമുക്ക് 3 സ്റ്റാറ്റസ് ഉണ്ടാവാം. റെസിഡൻ്റ് ആവാം, റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആവാം, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവാം, NR ആവാം, നോൺ റെസിഡൻ്റ് ആവാം. ഓക്കെ. സോ ഇപ്പോൾ ഈ 3 കേസിലും നിങ്ങൾ ഏതൊക്കെ ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം, അതാണ് നെക്സ്റ്റ്. ഓക്കെ. സോ നിങ്ങൾക്ക് 3 ടൈപ്പ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവാം. സോ ഓരോ സ്റ്റാറ്റസിലും നിങ്ങൾ ഏതൊക്കെ ഇൻകം ഏൺ ചെയ്യുന്നു, എവിടേക്ക് ഇൻകം ഏൺ ചെയ്യുന്നു, ഏതൊക്കെ ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. സോ ഇതാണ് ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ. സോ അതിൽ ആദ്യത്തെ ഫസ്റ്റ് വൺ ഈസിയാണ്. എന്താ ഫസ്റ്റ് വൺ? ഇൻകം റിസീവ്ഡ് ഓർ ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കിട്ടിയതോ അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടിയതുപോലെ കണക്കാക്കപ്പെടുന്നതായ ഇൻകം. എവിടെ കിട്ടണം? ഇന്ത്യയിൽ കിട്ടിയതോ ഇന്ത്യയിൽ കിട്ടുന്ന പോലെ കണക്കാക്കപ്പെടുന്നതായ ഇൻകം. സോ എന്താ ട്രീറ്റ് ചെയ്യും? അത് ഇന്ത്യൻ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. സോ അതിന് എല്ലാവരും ടാക്സ് അടയ്ക്കണം. ഓക്കെ, ഒരു മിനിറ്റ് നിങ്ങളൊന്ന് വായിച്ച്. ഓക്കെ, പറ. സോ നമ്മൾ ആദ്യം പറഞ്ഞ് ഇന്ത്യയിൽ കിട്ടിയതോ അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടിയതുപോലെ ട്രീറ്റ് ചെയ്യുന്നതായപ്പെടുന്ന ഇൻകം. ഓക്കെ. സോ നിങ്ങൾ പുറത്ത് ജോലി ചെയ്തു, നിങ്ങൾ ജോലി ചെയ്യുന്നപ്പോൾ അമേരിക്കയിലാണ്, പക്ഷേ നിങ്ങളുടെ സാലറി ക്രെഡിറ്റ് ആവുന്ന ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലാണ്. ഇന്ത്യയിലുള്ള ബാങ്കിലാണ് നിങ്ങൾക്ക് സാലറി ക്രെഡിറ്റ് ആവുന്നത്. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നത്? അമേരിക്കയിൽ. പക്ഷേ നിങ്ങൾക്ക് സാലറി എവിടെ കിട്ടുന്നത്? ഇന്ത്യയിലുള്ള ബാങ്കിലാണ് അവർ സാലറി ഇടുന്നത്. ഓക്കെ, അമേരിക്കൻ ബാങ്കിലല്ല, ഇന്ത്യയിലുള്ള നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്. ഇപ്പോൾ ഇപ്പോൾ SBIയുടെ ബാങ്കിലാണ് അവർ സാലറി ഇട്ടിരുന്നത്. സോ അപ്പോൾ എന്തായാലും ട്രീറ്റ് ചെയ്യുള്ളൂ? ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയിട്ട് കണക്കാക്കുള്ളൂ. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ROR ആയിക്കോട്ടെ, RNOR ആയിക്കോട്ടെ, NR ആയിക്കോട്ടെ, ആര് വേണേലും നിങ്ങൾ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. പക്ഷേ നിങ്ങൾ എവിടെ ജോലി ചെയ്തേ? അമേരിക്കയിൽ. അതിനുള്ള പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്? ഇന്ത്യയിലാണ് നിങ്ങൾക്ക് സാലറി കിട്ടിയത്, അല്ലേ? സോ ഇന്ത്യയിൽ നിങ്ങൾ സാലറി കിട്ടിയാൽ നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഇൻകം അക്രൂവിങ് ഓർ അറൈസിങ് ഓർ ഡീംഡ് ടു അക്രൂ ഓർ അറൈസ്. ഇന്ത്യയിൽ അക്രൂ ആയ ഇൻകം. എന്താ അക്രൂയിങ് ഓർ അറൈസിങ്ങിൻ്റെ മീനിങ്? ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകം. ഓക്കെ, അത് ഇന്ത്യയിൽ കിട്ടണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ലൈക്ക് ഇന്ത്യയിൽ നിങ്ങളൊരു ജോലി ചെയ്തു. ഓക്കെ, നിങ്ങളൊരു അമേരിക്കക്കാരനാണ്, അമേരിക്കൻ സിറ്റിസൺ ആണ്, അമേരിക്കയിൽ നിങ്ങൾ റെസിഡൻ്റ് ആണ്, നിങ്ങൾ ഇന്ത്യക്കാരനെ അല്ല, നിങ്ങൾ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്ക് സാലറി കിട്ടി. സാലറി കിട്ടിയത് എവിടെയാണ്? അമേരിക്കയിലുള്ള നിങ്ങളുടെ ബാങ്കിൽ തന്നെ സാലറി നിങ്ങൾക്ക് കിട്ടുന്നത്. ഇന്ത്യയിൽ റിസീവ് ചെയ്തോ? ഇല്ല. സോ നമ്മൾ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഇൻകത്തിൽ പെടുവോ? ഇല്ല. ഇന്ത്യയിൽ റിസീവ് ചെയ്തല്ലേ ഫസ്റ്റ് പറയുന്നുള്ളൂ. സോ ഇന്ത്യയിൽ നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടിയിട്ടില്ല. സാലറി കിട്ടിയത് അമേരിക്കയിൽ തന്നെയാണ്. പക്ഷേ എവിടെ നിങ്ങൾ വർക്ക് ചെയ്തേ? ഇന്ത്യയിലാണ് വർക്ക് ചെയ്തത്. സോ ഇന്ത്യയിൽ വർക്ക് ചെയ്താൽ അത് ഇൻകം അക്രൂവിങ് ഇൻ ഇന്ത്യ ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. കാരണം ഇന്ത്യയിൽ ജനറേറ്റ് ആയത് ഇൻകമാണ്, പക്ഷേ കിട്ടിയത് പുറത്താണ്. ഇൻകം ഉണ്ടായത് എവിടെയാണ്? ഇന്ത്യയിലാണ്. സോ ഇന്ത്യയിൽ ഉണ്ടായ ഇൻകമാണ്, പക്ഷേ കിട്ടുന്നത് വെളിയിലായിക്കോട്ടെ. സോ കിട്ടുന്നത് വെളിയിലാണെങ്കിലും ആര് ടാക്സ് അടയ്ക്കണം? എല്ലാവരും ടാക്സ് അടയ്ക്കണം. സോ
സോ 2 ടൈപ്പ് ഓഫ് ഇൻകം ഏതൊക്കെയാണ്? ഒന്ന് ഇന്ത്യയിൽ കിട്ടിയ ഇൻകം, എല്ലാവരും ടാക്സ് അടയ്ക്കണം. അത് എവിടെ ജോലി ചെയ്തായിക്കോട്ടെ, എവിടെ ബിസിനസ് ചെയ്തായിക്കോട്ടെ, എന്ത് വേണം ആയിക്കോട്ടെ. ഇന്ത്യയിലാണോ നിങ്ങൾക്ക് പൈസ കിട്ടുന്നത്, നിങ്ങൾ ഇന്ത്യ ടാക്സ് അടച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ്, ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം, അക്രൂവൽ അറൈസിംഗ് മീൻസ് ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം. ഓക്കെ, സോ അതും നിങ്ങൾക്ക് എവിടെ വേണേൽ കിട്ടിക്കോട്ടെ, ഇന്ത്യയിലാണോ ജനറേറ്റ് ചെയ്ത് നിങ്ങൾ ഇന്ത്യ ടാക്സ് അടയ്ക്കണം. അത് റെസിഡൻ്റ് ആയാലും ശരി, നോൺ റെസിഡൻ്റ് ആയാലും ശരി. ഓക്കെ, ഇന്ത്യയിൽ കിട്ടിയ ഇൻകം ഇന്ത്യ ടാക്സ് അടയ്ക്കണം, ഇന്ത്യയിൽ ജനറേറ്റ് ആവുന്ന ഇൻകത്തിനും ഇന്ത്യ ടാക്സ് അടയ്ക്കണം. സോ ഈ 2 ഇൻകത്തിനും എല്ലാവരും ടാക്സ് അടയ്ക്കണം. ഈ 2 ഇൻകത്തിനും എല്ലാവരും ടാക്സ് അടയ്ക്കണം. സോ ഇനിയുള്ളതിനാണ് ചേഞ്ചസ് ഉള്ളത്. ഇനി എന്താ നെക്സ്റ്റ്? സോ അടുത്ത്, ഇൻകം ഡിറൈവ്ഡ് ഫ്രം എ ബിസിനസ് കൺട്രോൾഡ്, ഓക്കെ, ഡിറൈവ്ഡ് ഫ്രം എ ബിസിനസ് കൺട്രോൾ ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ ഈവൻ ഇഫ് ഇറ്റ് അക്രൂസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇൻകം ഡിറൈവ്ഡ് ഫ്രം എ ബിസിനസ് കൺട്രോൾ ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ ഈവൻ ഇഫ് ഇറ്റ് അക്രൂസ് ഔട്ട്സൈഡ് ഇന്ത്യ. സോ ഇവിടെ എവിടെ ഇൻകം ജനറേറ്റ് ആവുന്നത്? ഇന്ത്യയിലാണോ ജനറേറ്റ് ആവുന്നത്? അല്ല, ഇന്ത്യക്ക് വെളിയിലാണ് ജനറേറ്റ് ആവുന്നത്. ഇന്ത്യയിലകത്താണോ റിസീവ് ചെയ്യുന്നത്? അല്ല, ഇന്ത്യക്ക് വെളിയിലാണ് റിസീവ് ചെയ്യുന്നത്. സോ ജനറേറ്റ് ചെയ്യുന്നത് ഇന്ത്യക്ക് വെളിയിലാണ്, കിട്ടുന്നത് ഇന്ത്യക്ക് വെളിയിലാണ്. ഓക്കെ, പക്ഷേ ഇവിടെ എന്താ വ്യത്യാസമുള്ളത്? ആ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ പ്രൊഫഷൻ കൺട്രോൾ ചെയ്യുന്ന സെറ്റപ്പ് ചെയ്തേക്കുന്ന എവിടെയാണ്? ഇന്ത്യയിലാണ്. ലൈക്ക് ഇപ്പം നിങ്ങൾ CA ആയി, ഇന്ത്യയിലൊരു CA ഫെയിം ഇട്ടു. ഓക്കെ, നിങ്ങളെ ഫെയിം ഇന്ത്യയിൽ ഇട്ടു, നിങ്ങൾ പുറത്ത് പോയി വർക്ക് ചെയ്യുക. ആ ഫെയിമിൻ്റെ ബേസിൽ നിങ്ങൾ പുറത്ത് പോയി, ഇപ്പോൾ ആഫ്രിക്കൻ കമ്പനീസിൽ പോയി നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. സോ സൗത്ത് ആഫ്രിക്കയിൽ പോയി നിങ്ങൾ വർക്ക് ചെയ്യുക. സോ അവിടുത്തെ ഒരു കമ്പനി നിങ്ങൾ ഓഡിറ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾ വർക്ക് എവിടെ ചെയ്യുന്നത്? സൗത്ത് ആഫ്രിക്കയിൽ. സോ അവിടെ നിങ്ങളൊരു 10 ലക്ഷം രൂപ ഫീസ് മേടിച്ചു. നിങ്ങൾക്ക് ഇന്ത്യയിലാണോ നിങ്ങൾ വർക്ക് ചെയ്തത്? അല്ല. സോ അപ്പോൾ ഇന്ത്യയിൽ അക്രൂവ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് പൈസ അവിടെ തന്നെ കിട്ടി, ഇന്ത്യയിലേക്ക് കിട്ടിയിട്ടില്ല. സോ നിങ്ങൾ സൗത്ത് ആഫ്രിക്കൻ ബാങ്ക് അക്കൗണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റും കിട്ടിയത്. സോ ഇന്ത്യയിൽ റിസീവ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ അവിടെ ആദ്യത്തെ 2 കേസ് നമുക്ക് പറയാൻ പറ്റില്ല. എന്താ? ഇന്ത്യയിൽ കിട്ടിയെന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യയിൽ ജനറേറ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ അപ്പോൾ കിട്ടിയത് ഇന്ത്യക്ക് വെളിയിലാണ്, അക്രൂവ് ആയതും ഇന്ത്യക്ക് വെളിയിലാണ്. പക്ഷെ എന്താ പ്രത്യേകത ഉള്ളത്? നിങ്ങൾ ഇവിടുത്തെ ഇന്ത്യൻ പ്രൊഫഷൻ ബേസ് ചെയ്തിട്ടാണ് അവിടെ പോയി വർക്ക് ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ CFM അല്ലേ? അത് എവിടെ സെറ്റപ്പ് ചെയ്തേക്കുന്നത്? ഇന്ത്യയിൽ. സോ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്ത പ്രൊഫഷൻ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ അവിടെ പോയി വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ആരൊക്കെ ടാക്സ് അടയ്ക്കണം? RORഉം RNORഉം മാത്രം ടാക്സ് അടച്ചാൽ മതി. ആരടയ്ക്കണ്ട? NRന് ടാക്സ് അടയ്ക്കണ്ട. എവിടെ? ഇന്ത്യയിൽ അടയ്ക്കണ്ട. RORഉം RNORഉം മാത്രമേ ഇവിടെ ടാക്സ് അടച്ചാൽ മതി. ഓഫായോ? മാറ്റാം. ഓക്കെ, സോ നെക്സ്റ്റ് ലാസ്റ്റ് വൺ. സോ ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഏതായിരുന്നു? ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. സോ ഇൻകം, ഇന്ത്യയിൽ കിട്ടിയ ഇൻകം ആരൊക്കെ ടാക്സ് അടയ്ക്കണം? എല്ലാവരും ടാക്സ് അടയ്ക്കണം. ദെൻ ഇന്ത്യയിൽ ജനറേറ്റ് ആയ ഇൻകം, അതാണ് അക്രൂവ് ചെയ്ത ഇൻകം. സോ ഇന്ത്യയിൽ ജനറേറ്റ് ആയ ഇൻകം ആരൊക്കെ ടാക്സ് അടയ്ക്കണം? എല്ലാവരും ടാക്സ് അടയ്ക്കണം. ദെൻ ലാസ്റ്റ് പറഞ്ഞ് ഇന്ത്യയിൽ പുറത്താണ് ജനറേറ്റ് ആയത്, ഇന്ത്യക്ക് വെളിയിലാണ് നിങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ എന്താ വ്യത്യാസമുള്ളത്? ഒന്നെങ്കിൽ ബിസിനസ് കൺട്രോൾ ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. സോ ഇത് രണ്ടും ആണെങ്കിൽ ആര് ടാക്സ് അടയ്ക്കണം? RORഉം RNORഉം. ആരടയ്ക്കണ്ട? NR അടയ്ക്കണ്ട. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, എല്ലാം ഇന്ത്യക്ക് വെളിയില്ല, കിട്ടിയത് ഇന്ത്യക്ക് വെളിയില്ല, ജനറേറ്റ് ചെയ്ത് ഇന്ത്യക്ക് വെളിയില്ല, കൺട്രോൾ സെറ്റപ്പ് എല്ലാം ഇന്ത്യക്ക് വെളിയില്ല, ഇന്ത്യയായിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ, അവിടെ ആര് മാത്രം അടച്ചാൽ മതി? ROR മാത്രം അടച്ചാൽ മതി. RNORഉം അടയ്ക്കണ്ട, NRഉം അടയ്ക്കണ്ട. ഓക്കെ, സോ നമുക്ക് മൊത്തത്തിൽ ഇതിന് സമ്മറി എന്ന് പറഞ്ഞാൽ 4 ടൈപ്പ് ഓഫ് ഇൻകം, 3 കാറ്റഗറി ഓഫ് പേഴ്സൺ അല്ലേ? 4 ടൈപ്പ് ഓഫ് ഇൻകം. ഏതൊക്കെ 4 ടൈപ്പ് ഓഫ് ഇൻകം? ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ഉണ്ട് ഫസ്റ്റ്. ദെൻ ഇൻകം അക്രൂവ്ഡ് ഓർ അറൈസിംഗ് ഇൻ ഇന്ത്യ ഉണ്ട്. ദെൻ ഇൻകം കിട്ടുന്നതും ഇൻകം ജനറേറ്റ് ആവുന്നതും എല്ലാം വെളിയിൽ. പക്ഷെ എന്ത് മാത്രം ഇന്ത്യയിലുണ്ട്? കൺട്രോളോ പ്രൊഫഷനോ, ബിസിനസ്സോ പ്രൊഫഷനോ ഇന്ത്യയിൽ കൺട്രോളോ സെറ്റപ്പോ ചെയ്തതാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എല്ലാം ഔട്ട്സൈഡ് ഇന്ത്യ. കിട്ടുന്നത് ഇന്ത്യക്ക് വെളിയിൽ, ജനറേറ്റ് ആവുന്നത് ഇന്ത്യക്ക് വെളിയിൽ, ഇന്ത്യയിൽ കൺട്രോൾ ഇല്ല, സെറ്റപ്പ് ഇല്ല, ഒന്നുമില്ല. അതാണ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഇൻകം. സോ ഇതിൽ ROR എല്ലാത്തിനും ടാക്സ് അടയ്ക്കണം. ആരാ ROR? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. സോ എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ബേസിക് കണ്ടീഷൻ ഏതൊക്കെ? ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ അല്ലേ? ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്താൽ വരെ പ്ലസ് 2 അഡീഷണൽ കണ്ടീഷൻ, 2 സാറ്റിസ്ഫൈ ചെയ്യേണ്ടേ വേണം. സോ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും പ്ലസ് 2 അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആരാവുള്ളൂ? ROR ആവുള്ളൂ. സോ നിങ്ങൾ ROR ആണെങ്കിൽ എല്ലാ ഇൻകത്തിനും ഇന്ത്യ ടാക്സ് അടയ്ക്കണം.
നിങ്ങൾ ഏത് നാട്ടിൽ പോയി എന്ത് പണിയെടുത്ത് എത്ര രൂപ ഉണ്ടാക്കിയാലും നിങ്ങൾ എവിടെ ടാക്സ് അടയ്ക്കണം? ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. സോ നിങ്ങൾ വേറെ രാജ്യത്ത് ടാക്സ് അടയ്ക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, സോ നിങ്ങളിപ്പോൾ UK പോയി വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവിടെ ടാക്സ് അടയ്ക്കുന്നുണ്ട്, പക്ഷേ കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഇന്ത്യയിൽ ടാക്സ് അടച്ചിരിക്കണം. ഓക്കെ, ദെൻ അതേപോലെ R&R ആണെങ്കിൽ ഏതൊക്കെ ഇൻകത്തിന് ഇന്ത്യ ടാക്സ് അടയ്ക്കണം? ഇന്ത്യയിൽ കിട്ടിയാൽ അടയ്ക്കണം, ഇന്ത്യയിൽ ജനറേറ്റ് ആയാൽ അടയ്ക്കണം. ദെൻ ഈ ഒരു തേർഡ് വൺ ആർക്ക് മാത്രമേ ഉള്ളൂ അഡീഷണലി വരിക? R&R മാത്രമാണ് അഡീഷണലി വരിക. ഏതാ? ബിസിനസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. സോ ഇതാണെങ്കിൽ ആര് ടാക്സ് അടയ്ക്കണം? അഡീഷണലി R&R ടാക്സ് അടയ്ക്കണം. NR അതിന് അടയ്ക്കണോ? വേണ്ട. ദെൻ ലാസ്റ്റ് എല്ലാ ഔട്ട്സൈഡ് ഇന്ത്യ. എല്ലാ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ആര് മാത്രം അടച്ചാൽ മതി? R&R മാത്രം അടച്ചാൽ മതി. ഓക്കെ, ഇത് ക്ലിയർ ആയോ? സോ ഈ ടേബിൾ ഇതേപോലെ പഠിച്ചു വെച്ചോളൂ. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സോ ഇനി നമ്മൾ സെക്കൻഡ് പോയിന്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞത്? സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇൻകം, ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ്, അല്ലെങ്കിൽ ഡീംഡ് ടു അക്രൂ ഓർ അറൈസിങ് ഇൻ ഇന്ത്യ. എന്താ അക്രൂ ഓർ അറൈസിങ് എന്ന് പറഞ്ഞാൽ? ഇന്ത്യയിൽ ജനറേറ്റ് ആയ ഇൻകം അല്ലേ. ഡീംഡ് ടു അക്രൂ അറൈസിങ് എന്ന് പറഞ്ഞാലോ ഇന്ത്യയിൽ ജനറേറ്റ് ആയ പോലെ കണക്കാക്കപ്പെടുന്ന ഇൻകം അല്ലേ. സോ അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻസ് പഠിക്കണം. അതാണ് ഈ രണ്ട് ടേബിൾ. ഓക്കെ, സോ ആ രണ്ട് ടേബിളും കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. ഇതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ്. സോ ഇതും കൂടെ കഴിഞ്ഞാലേ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഏതൊക്കെയുണ്ട്? ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്ത ഇൻകം എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഏതൊക്കെ ഇൻകത്തിനാണ് ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്തതുപോലെ ട്രീറ്റ് ആക്കപ്പെടുന്ന ഇൻകം? ലൈക്ക് നിങ്ങൾ ഇന്ത്യയിൽ ജോലി ചെയ്യുക, എവിടെ അക്രൂവായ ഇൻകമാണ്? ഇന്ത്യയിൽ അക്രൂവ. പുറത്ത് ജോലി ചെയ്താലോ? പുറത്ത് അക്രൂവായ ഇൻകോട്ടിലെ ട്രീറ്റ് ചെയ്യുള്ളൂ. പക്ഷേ പുറത്ത് ജോലി ചെയ്താലും ഇന്ത്യയിൽ ഇൻകം ട്രീറ്റ് ചെയ്യുന്ന പോലെയുണ്ട്. ഇന്ത്യയിൽ അക്രൂ ചെയ്ത ഇൻകം പോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് സിനാരിയോസാണ് നമ്മൾ താഴേക്ക് പഠിക്കുന്നത്. ഓക്കെ, സാലറി ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. സോ അതേപോലെ പല പല കേസുകളുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ആവുന്ന ആക്ച്വലി വെളിയിലായിരിക്കും, പക്ഷേ അത് ഇന്ത്യയിൽ ജനറേറ്റ് ആയതുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. സോ അതാണ് ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് ഇതെല്ലാം ഇതിൻ്റെ കണ്ടിന്യൂഷൻ, ഈ ഫസ്റ്റ് ടേബിളിൻ്റെ അല്ലെങ്കിൽ ഈ ഫ്ലോ ചാർട്ടിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാട്ടോ ഇത്. സെപ്പറേറ്റ് ചാർട്ടൊന്നുമില്ല, അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് താഴേക്കുള്ളത്. സോ ഇവിടെയുള്ള ഈ സബ്സെക്ഷൻ നമ്പേഴ്സ് ഒന്നും നിങ്ങൾ പഠിക്കണ്ട, ഈ ക്ലോസ് നമ്പർ ഒന്നും പഠിക്കണ്ട. സോ ഫസ്റ്റ് ഒന്ന് വായിച്ചേ. ഇൻകം അക്രൂവിങ് ഓർ അറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ത്രൂ ഓർ ഫ്രം ബിസിനസ് കണക്ഷൻ ഇന്ത്യ, ഇനി പ്രോപ്പർട്ടി ഓർ അസറ്റ് ഓർ സോഴ്സസ് ഓഫ് ഇൻകം ഇൻ ഇന്ത്യ, ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഫസ്റ്റ് ഒക്കെ ഓരോന്നോരോന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് വൺ എന്താ? ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ. ആ നോട്ട് 1 ഒന്ന് വായിച്ചേ, താഴെ ഉണ്ട് നോട്ട് 1. നോട്ട് 1 എന്തൊക്കെ പറയുന്നുണ്ട്? പർച്ചേസ് ഓഫ് ഗുഡ്സ് ഇൻ ഇന്ത്യ ഫോർ എക്സ്പോർട്ട്. ഇതൊക്കെ എന്തെല്ലാന്നാണ് പറയുന്നത്? ആദ്യം ബിസിനസ് കണക്ഷൻ അല്ല എന്നാണ് പറയുന്നത്. സോ ഈ താഴെ പറയുന്ന കാര്യങ്ങളൊന്നും ബിസിനസ് കണക്ഷൻസ് അല്ല. ഏതൊക്കെ? നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് മേടിക്കുന്നു, എന്തിനു വേണ്ടി? ഫോർ എക്സ്പോർട്ടിന് വേണ്ടി. പക്ഷേ റീസെയിലിന് വേണ്ടിയാണെങ്കിലോ ബിസിനസ് കണക്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. സോ ബേസിക്കലി ബിസിനസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഫോറിൻ കമ്പനിയാണ്, അതിൻ്റെ കൺട്രോളും മാനേജ്മെൻറ്റും എല്ലാം എവിടെയാണ്? POM ഇന്ത്യയിലില്ല. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ NR ആണോ? അല്ലേ? ഫോറിൻ കമ്പനിയാണ്, നിങ്ങളുടെ POM ഔട്ട്സൈഡ് ഇന്ത്യയാണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരാ? NR അല്ലേ? സോ നിങ്ങൾ NR ആണ്, നിങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ഓഫീസ് ഒന്നുമില്ല, പക്ഷേ ഇന്ത്യയിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിന് പറയുന്നതാണ് എന്ത്? ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ. പക്ഷേ ഇന്ത്യയിൽ പൈസ ഒന്നും കിട്ടുന്നില്ല. പൈസ കിട്ടുന്നതല്ല എവിടെയാണ്? ഇന്ത്യക്ക് വെളിയിലാണ്. ഓക്കെ, ഇന്ത്യക്ക് വെളിയിലാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് എല്ലാം കിട്ടുന്നത്. സോ നിങ്ങൾ ഇന്ത്യയിൽ ജസ്റ്റ് ബിസിനസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ അതും നിങ്ങൾ എന്താ ട്രീറ്റ് ചെയ്യും? ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ട്രീറ്റ് ചെയ്യും. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എന്തല്ല? ബിസിനസ് കണക്ഷനായിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഏതൊക്കെ വരും? പർച്ചേസ് ഓഫ് ഗുഡ്സ് ഇൻ ഇന്ത്യ ഫോർ എക്സ്പോർട്ട്, ദെൻ കളക്ഷൻ ഓഫ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇൻ ഇന്ത്യ ഫോർ ട്രാൻസ്മിഷൻ ഔട്ട്സൈഡ് ഇന്ത്യ. സോ ഇന്ത്യക്കകത്ത് നിങ്ങൾ ന്യൂസ് കളക്ട് ചെയ്യുന്നു, എന്തിനു വേണ്ടിയാണ്? പുറത്ത് വെക്കാൻ. ഇപ്പോൾ ലൈക്ക് പറഞ്ഞ BBC ഫേമസ് ചാനലാണ് BBC. ഓക്കെ, സോ അവർ ഇന്ത്യയിൽ വന്ന് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു അല്ലേ? അവർ അവിടുത്തെ ചാനലിൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നില്ലേ? ഇവർ ഇന്ത്യയിൽ നിന്ന് ന്യൂസ് കളക്ട് ചെയ്യുന്നില്ലേ? സോ അതെന്തായാലും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല,
ബിസിനസ് കണക്ഷനായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നോ ഇൻകം ഡീം ടു അക്രൂ ഇൻ ഇന്ത്യ ഫോർ ഷൂട്ടിംഗ് ഫിലിംസ് ബൈ എ നോൺ റെസിഡൻറ്റ് ഇഫ് ദ NREs. ഇപ്പോൾ ഒരു ഫോറിൻ ഫിലിം, ഒരു ഹോളിവുഡ് ഫിലിം വന്ന് ഇന്ത്യയിൽ ഷൂട്ട് ചെയ്യുക. ഓക്കെ, സോ ഇന്ത്യയിൽ ഷൂട്ട് ചെയ്യുക. സോ ഇന്ത്യയിൽ ഷൂട്ട് ചെയ്താൽ അവർ വെറുതെയാണോ ഷൂട്ട് ചെയ്യുന്നത്? അല്ല. ഷൂട്ട് ചെയ്യുന്ന അവരെന്ത് ചെയ്യും? അവസാനം സിനിമയാക്കി വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് നോർമലി ഇൻകം കിട്ടില്ലേ? ഇൻകം കിട്ടും. സോ അതിന് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരുമോ? ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരാം, പക്ഷേ ഈ കണ്ടീഷൻസ് നോക്കണം. ഓക്കെ, സോ ഒരു ഹോളിവുഡ് ഫിലിം ഇന്ത്യയിൽ വന്ന് ഷൂട്ട് ചെയ്തു. അവർ ഇന്ത്യയിൽ റിലീസ് ചെയ്തിട്ടില്ല. ഇന്ത്യ റിലീസ് ചെയ്ത സ്വാഭാവികമായിട്ട് എന്തായി? ഇന്ത്യൻ ഇൻകമായി. ഇന്ത്യയിൽ ജനറേറ്റ് ആവുന്ന ഇൻകം അല്ലേ? നിങ്ങൾ ഇന്ത്യ റിലീസ് ചെയ്യുന്നില്ല, നിങ്ങൾ പുറത്തെ രാജ്യത്ത് മാത്രം റിലീസ് ചെയ്തിട്ടുള്ളൂ. സോ കളക്ഷൻ എവിടെ നിന്ന് മാത്രമേ ഉള്ളൂ? അവിടെ നിന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പടം എവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് വേണമെങ്കിലും വരാം, ബിസിനസ് കണക്ഷൻ വരാം. പക്ഷേ ഈ പറയുന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ എന്തല്ല? ബിസിനസ് കണക്ഷൻ അല്ല. എന്തൊക്കെയാണ് കണ്ടീഷൻ? ഇൻഡിവിജ്വൽസ്, നോട്ട് എ സിറ്റിസൺ. മീൻസ് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരും എന്തല്ല? ഇന്ത്യൻ സിറ്റിസൺസ് അല്ല. ദെൻ ഫേം ആണെങ്കിൽ നോ പാർട്ണർ ഈസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ ഇന്ത്യൻ റെസിഡൻറ്റ്. ദെൻ കമ്പനി നോ ഷെയർ ഹോൾഡർ ഈസ് ആൻ ഇന്ത്യൻ സിറ്റിസണോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡ്യൂസിങ് കമ്പനിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? പ്രൊഡ്യൂസിങ് കമ്പനിക്കല്ലേ ഇതിൻ്റെ ലാഭം കിട്ടുക. സോ പ്രൊഡ്യൂസിങ് കമ്പനി ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അയാൾ ആരാവാൻ പാടില്ല? ഇന്ത്യൻ സിറ്റിസൺ ആവാൻ പാടില്ല. സോ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിലോ എന്തായി മാറി? ബിസിനസ് കണക്ഷനായിട്ട് മാറി. സോ ആ കേസിൽ നിങ്ങൾ സിനിമ ഇന്ത്യ റിലീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്തടയ്ക്കേണ്ടി വരും? ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇനി സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫേമാണ്. ഫേം ആണെങ്കിൽ എപ്പോൾ എന്ത് നോക്കണം? പാർട്ണർ ഇന്ത്യൻ സിറ്റിസണോ റെസിഡൻറ്റോ ആണോ അല്ലയോ എന്ന് നോക്കണം. ഒന്നും അല്ലെങ്കിലോ ബിസിനസ് കണക്ഷൻ ഇല്ല. സോ നിങ്ങൾ ഇന്ത്യ ടാക്സ് അടയ്ക്കണ്ട. ദെൻ ലാസ്റ്റ് കമ്പനിയാണ്. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആരെങ്കിലും ഏതെങ്കിലും ഷെയർ ഹോൾഡർ ഇന്ത്യൻ സിറ്റിസണോ ഇന്ത്യൻ റെസിഡൻറ്റോ ആണോ എന്ന് നോക്കണം. അതും അല്ലെങ്കിൽ ബിസിനസ് കണക്ഷൻ ഇല്ല, നിങ്ങൾ ഇന്ത്യ ടാക്സ് അടയ്ക്കണ്ട. ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ ഇന്ത്യൻ സിറ്റിസൺ ആണ്, അങ്ങനെ ആയിരുന്നെങ്കിലോ ബിസിനസ് കണക്ഷൻ വരും, നിങ്ങൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, ദെൻ ലാസ്റ്റ് ഡയമണ്ടിൻ്റെ അല്ല, അത് വിട്ടേക്ക്. ഓക്കെ, ക്ലിയർ. സോ അപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് കണക്ഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇൻകം ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും, ബിസിനസ് കണക്ഷൻ ഉണ്ടെങ്കിൽ. ദെൻ നെക്സ്റ്റ്, എനി പ്രോപ്പർട്ടി ഓർ അസറ്റ് ഓർ സോഴ്സ് ഓഫ് ഇൻകം ഇൻ ഇന്ത്യ, ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ഇത് രണ്ടും ആക്ച്വലി സിമിലർ ആണ്. ഓക്കെ, ഇത് രണ്ടും ആക്ച്വലി സിമിലർ ആണ്. എന്തൊക്കെയുണ്ട്? ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളൊരു ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു NR. ഓക്കെ, നിങ്ങളൊരു NR ആണ്, നിങ്ങൾ ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഷെയർ നിങ്ങൾക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. അത് നിങ്ങൾ വിൽക്കുന്നു, ആ ഷെയർ നിങ്ങൾ വിറ്റു. പൈസ നിങ്ങൾക്ക് ഇന്ത്യയിലല്ല കിട്ടുന്നത്, ഇന്ത്യക്ക് വെളിയിൽ തന്നെ കിട്ടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ റിസീവ്ഡ് ഇൻ ഇന്ത്യയായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അക്രൂ ഇൻ ഇന്ത്യ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? ഡീംഡ് ടു അക്രൂ ഇൻ ഇന്ത്യ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇന്ത്യക്കകത്ത് കിട്ടിയോ? ഇല്ല. റിസീവ്ഡ് അവിടെ തന്നെയാണ്, ഔട്ട് സൈഡ് ഇന്ത്യ തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇന്ത്യയിൽ പേയ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. സോ റിസീവിങ്ങും ഔട്ട് സൈഡ് ഇന്ത്യ തന്നെയാണ്. പക്ഷേ ക്യാപിറ്റൽ അസറ്റ് എവിടെയുള്ളതാണ്? എന്തായിരുന്നു നിങ്ങളുടെ ക്യാപിറ്റൽ അസറ്റ്? ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ. വെറും ഷെയർ അല്ല, ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ. സോ ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഇന്ത്യയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇന്ത്യക്ക് വെളിയിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിലും അതെന്താ ട്രീറ്റ് ചെയ്യും? ഡീം ടു അക്രൂ RS ഇൻ ഇന്ത്യ ട്രീറ്റ് ചെയ്യും. സോ നിങ്ങൾ എന്തടയ്ക്കണം? ഇന്ത്യയിലെ ക്യാപിറ്റൽ ഗെയിനിന് ടാക്സ് അടയ്ക്കണം. ക്ലിയർ? സോ ഷെയർ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ അതേപോലെ എന്ത് അസറ്റ് ആയിക്കോട്ടെ, ലൈക്ക് ഒരു വീട് അല്ലെങ്കിൽ ലാൻഡ്, എന്ത് അസറ്റ് ആണെങ്കിലും ഇന്ത്യയിലുള്ള അസറ്റാണ് നിങ്ങൾ വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. അതിന് പേയ്മെൻറ്റ് ഇന്ത്യയിൽ കിട്ടണമെന്ന് നിർബന്ധമായിരിക്കും. ഓക്കെ, ദെൻ സോ ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളതല്ല, ഞാൻ ഇതിനകത്ത് പറയാം, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. സോ അത് മാത്രം നിങ്ങൾ മെയിനായിട്ട് നോക്കിയാൽ മതി. ദെൻ നെക്സ്റ്റ് പോയിന്റ്, സാലറി ഏൺ ഫോർ സർവീസ് റെൻറ്റഡ് ഇൻ ഇന്ത്യ. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നു? നിങ്ങളൊരു അമേരിക്കക്കാരനാണ്, നിങ്ങൾ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്തു, നിങ്ങൾക്ക് സാലറി അമേരിക്ക തന്നെ കിട്ടി. ഓക്കെ, നിങ്ങളൊരു അമേരിക്കക്കാരനാണ്, ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്തു, സാലറി അവിടെ തന്നെ കിട്ടി. സാലറി കിട്ടിയെന്ന് അമേരിക്കയിൽ, നിങ്ങൾ ജോലി മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ, ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളൂ. സോ അതാണ് സർവീസ് റെൻറ്റഡ് ഇൻ ഇന്ത്യ. നിങ്ങൾ സർവീസ് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ, ഇന്ത്യയിൽ കൊടുത്തിട്ടുള്ളൂ. സോ ഈ കേസിൽ ആ സാലറിക്ക് നിങ്ങൾ എവിടെ ടാക്സ് അടയ്ക്കണം? ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ഓക്കെ, ദെൻ സോ ഇത് പഠിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ സിമ്പിൾ അല്ലേ? ഇന്ത്യയിൽ ജോലി ചെയ്താൽ ഇന്ത്യ ടാക്സ് അടയ്ക്കണം, എവിടെ വേണേൽ കിട്ടിക്കോട്ടെ. ദെൻ നെക്സ്റ്റ്, സാലറി പേയബിൾ ബൈ ഗവൺമെൻറ് ടു ഇന്ത്യൻ സിറ്റിസൺ. സാലറി പേയബിൾ ബൈ
ഗവൺമെൻറ് ടു ഇന്ത്യൻ സിറ്റിസൺ ഫോർ സർവീസ് റെൻഡേഡ് ഔട്ട്സൈഡ് ഇന്ത്യ. സോ നമ്മൾ സെക്കൻഡ് കേസിൽ പറഞ്ഞ് നിങ്ങൾ എവിടെ സർവീസ് കൊടുക്കുന്നത്? സെക്കൻഡ് കേസിൽ പറഞ്ഞ് സർവീസ് റെൻഡേഡ് ഇൻ ഇന്ത്യ. തേർഡ് കേസിലോ ഔട്ട്സൈഡ് ഇന്ത്യ. സോ ഇന്ത്യയിലാണ് നിങ്ങൾ സർവീസ് കൊടുക്കുന്നില്ല, അത് ഇന്ത്യൻ ഇൻകോ. ഇന്ത്യയിലാണ് നിങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ഇൻകം ആണ്. പക്ഷേ ഇന്ത്യക്ക് വെളിയിലാണ് സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിലോ ഇന്ത്യൻ ഇൻകമായിട്ട് മാറുമോ? നോർമലി ഇന്ത്യൻ ഇൻകം അല്ല, പക്ഷേ നിങ്ങൾക്ക് സാലറി തരുന്ന ആരാ? ഗവൺമെൻറ് ആണ്. സോ ഇന്ത്യൻ ഗവൺമെൻറ് ആണ് നിങ്ങൾക്ക് സാലറി തരുന്നുണ്ടെങ്കിൽ ആർക്ക്? ഇന്ത്യൻ ഗവൺമെൻറ് തന്നാൽ മാത്രം മതിയോ? പോരാ, ഇന്ത്യൻ സിറ്റിസണും ആയിരിക്കണം. നിങ്ങൾ ഇന്ത്യൻ സിറ്റിസണും ആയിരിക്കണം. ഇന്ത്യൻ ഗവൺമെൻറ് നിങ്ങൾക്ക് സാലറി തരുന്നുണ്ട്. നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നത്? ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. സർവീസ് റെൻഡഡ് ഔട്ട്സൈഡ് ഇന്ത്യ. സോ ഈ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതെന്തായിട്ട് മാറി? ഇന്ത്യൻ ഇൻകമായിട്ട് മാറി. ഓക്കെ, ഇനി ഈ ഇന്ത്യൻ സിറ്റിസൺ അല്ലായിരുന്നെങ്കിലോ? സാലറി പേബിൾ ബൈ ഗവൺമെൻറ് ടു ഇന്ത്യൻ സിറ്റിസൺ അല്ല പേയ്മെൻറ്റ് കിട്ടുന്നത് ഫോർ സർവീസ് റെൻഡഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഇൻകം ആവുമോ? ഇല്ല. ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ മാത്രം എന്താവുള്ളൂ? ഇന്ത്യൻ ഇൻകം ആവുള്ളൂ. ഓക്കെ, സോ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ അത് ഇന്ത്യൻ ഇൻകം അല്ല. പക്ഷേ ഇനി ഇന്ത്യൻ സിറ്റിസൺ അല്ല, സർവീസ് റെൻഡഡ് ഇൻ ഇന്ത്യ ആണെങ്കിലോ ഇന്ത്യൻ ഇൻകം ആവും. സോ അവിടെ ഏതാ കണ്ടീഷൻ വരിക? നമ്മുടെ ഇതാണ് 2 ആണ് വരിക, 3 അല്ല. എന്തുകൊണ്ടാണ്? സർവീസ് റെൻഡഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ സർവീസ് റെൻഡർ ചെയ്താൽ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ഓക്കെ, ദെൻ ലാസ്റ്റ് 4th വൺ, ഡിവിഡൻഡ് പെയ്ഡ് ബൈ ആൻ ഇന്ത്യൻ കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യ. ആരാ ഡിവിഡൻഡ് കൊടുക്കുന്നത്? ഇന്ത്യൻ കമ്പനി. ആർക്കാ ഡിവിഡൻഡ് കൊടുക്കുന്നത്? ഔട്ട്സൈഡ് ഇന്ത്യയുള്ള ആർക്ക് ഡിവിഡൻഡ് കൊടുത്താൽ അത് എന്താ, എവിടെ നിന്ന് ഉള്ള ഇൻകം ട്രീറ്റ് ചെയ്യും? ഇന്ത്യയിലുള്ള ഇൻകം ട്രീറ്റ് ചെയ്യും. സോ നിങ്ങളൊരു NR ആണ്, ഇന്ത്യൻ കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നോൺ റെസിഡൻ്റ് ആണ്, ഇന്ത്യൻ കമ്പനിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്വാഭാവികമായിട്ട് ആ കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടും അല്ലേ? സോ ഇന്ത്യൻ കമ്പനിയാണ് ഡിവിഡൻഡ് തരുന്നത്. റിസീവിങ് ഇൻ ഓസ്ട്രേലിയ. നിങ്ങൾ ഓസ്ട്രേലിയയിലുള്ള ആളാണ്. സോ പേയ്മെൻറ്റ് കിട്ടുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയ. അവിടെയല്ലേ കിട്ടും. അവിടുത്തെ ബാങ്കിലേക്കാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരുന്നത്, ഇന്ത്യൻ ബാങ്കിലല്ല കിട്ടുന്നത്. സോ ഓസ്ട്രേലിയയിലുള്ള ബാങ്കിൽ തന്നെയാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെ ടാക്സ് അടയ്ക്കണം? ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. എന്തുകൊണ്ടാണ്? ഇന്ത്യൻ കമ്പനി ആയത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. സോ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇത്. സോ ഇതിൽ ഈ ഇൻട്രസ്റ്റ് റോയൽറ്റി അവിടെ നിൽക്കട്ടെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആദ്യം ഇതൊന്ന് വായിച്ചേ.
ഓക്കെ നെക്സ്റ്റ്. സോ ലാസ്റ്റ് ഏതാ പറഞ്ഞേക്കുന്നത്? ഇൻകം അറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ Okay, so last one. Income arising outside India being any sum of money paid without consideration by a person resident in India to a non-corporate, non-resident or for foreign company or to a R&R where aggregate of such sum equal to greater than 50,000. എന്താന്ന് മനസ്സിലായില്ല. ബേസിക്കലി പറഞ്ഞാൽ പെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗിഫ്റ്റ്. ഓക്കെ, പെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ അല്ല പറഞ്ഞേക്കുന്നത്. സോ പെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗിഫ്റ്റ്. ഇനി ആർക്ക് കൊടുത്തു? സിമ്പിളി പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ മീനിങ് പറഞ്ഞാൽ ഗിഫ്റ്റാണ്. സോ അതിന് ആർക്ക് കൊടുത്ത ഗിഫ്റ്റാണ്? ഇൻകം അറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ ബീങ് എനി സം ഓഫ് പെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ബൈ എ പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. സോ ആരാ ഗിഫ്റ്റ് കൊടുക്കുന്നത്? റെസിഡൻറ്റ് ഇന്ത്യ. സോ റെസിഡൻ്റ് ആയ ഒരാൾ, റെസിഡൻറ്റ് അത് ROR ആവാം RNOR ആവാം. ഓക്കെ, ഒരു ഗിഫ്റ്റ് കൊടുത്തു. ആർക്കാ ഗിഫ്റ്റ് കൊടുത്തേ? ബൈ എ പേഴ്സൺ റെസിഡൻറ്റ് ഇന്ത്യ ടു നോൺ കോർപ്പറേറ്റ് നോൺ റെസിഡൻറ്റ് ഓർ ഫോറിൻ കമ്പനി ഓർ ടു എ RNOR. എത്ര എമൗണ്ട് കൂടുതൽ? 50,000 കൂടുതൽ. സോ 50,000 കൂടുതൽ ഗിഫ്റ്റ് കൊടുത്താൽ എന്തായി? ആർക്കാ? കിട്ടുന്ന ആൾക്ക്. കൊടുക്കുന്ന ആൾക്കാണോ ആപ്ലിക്കബിൾ? അല്ല, ഗിഫ്റ്റ് കിട്ടുന്ന ആൾക്ക്. ഗിഫ്റ്റ് കിട്ടുന്ന ആൾ എവിടെയാ? ഇന്ത്യയിലാണോ? ഔട്ട്സൈഡ്. ഇന്ത്യയിലാണെങ്കിൽ ഏത് കാറ്റഗറി പെട്ടു? റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയി അല്ലേ? ഇന്ത്യയിലാണെങ്കിൽ റിസീവ്ഡ് ഇൻ ഇന്ത്യ വരും. സോ നമുക്ക് നോർമലി ഉള്ള നമ്മുടെ 56 ടൺ വരും. ഗിഫ്റ്റിൻ്റെ പ്രൊവിഷൻസ് എല്ലാം ആപ്ലിക്കബിൾ ആവും. സോ ഇവിടെ കിട്ടുന്ന ആൾ എവിടെയല്ല? ഇന്ത്യയിലില്ല. കിട്ടുന്ന ആൾ ഇന്ത്യക്ക് വെളിയിലാണ്. പക്ഷെ ആരാ ഗിഫ്റ്റ് കൊടുത്തത്? റെസിഡൻറ്റ്. ഓക്കെ, സോ അപ്പോൾ ഒരു ഇന്ത്യൻ റെസിഡൻറ്റ് ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു നോൺ കോർപ്പറേറ്റ് നോൺ റെസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനി അല്ലെങ്കിൽ ഒരു RNOR. സോ ഇതിൽ ആർക്കോ എന്ത് കൊടുത്തു? ഒരു ഗിഫ്റ്റ് കൊടുത്തു. സോ ആ ഗിഫ്റ്റിൻ്റെ വാല്യൂ എത്രയായിരുന്നു? മോർ ദാൻ 50,000 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ആര് ടാക്സ് അടയ്ക്കണം? കിട്ടുന്ന ആൾ ഇന്ത്യയിൽ അതിന് ടാക്സ് അടയ്ക്കണം. അയാൾ ROR ആവട്ടെ RNOR ആയിക്കോട്ടെ NR ആയിക്കോട്ടെ, ആരാണെങ്കിലും അതിന് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ഓക്കെ, ക്ലിയർ? ദെൻ ഇനി നെക്സ്റ്റ് ഇൻട്രസ്റ്റ് റോയൽറ്റി FTS. ഇൻട്രസ്റ്റ് റോയൽറ്റി FTS ഈ സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രസ്റ്റ് റോയൽറ്റി FTS എപ്പോഴാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുമോ? അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുക? നമ്മുടെ ഇൻകം അല്ലേ, നിങ്ങൾക്ക് എപ്പോഴാണ് ഇൻട്രസ്റ്റ് കിട്ടുക? ലോൺ നിങ്ങൾ ആർക്കെങ്കിലും ലോൺ കൊടുത്താലല്ലേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. സോ നിങ്ങൾ ആർക്കോ ലോൺ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇൻട്രസ്റ്റ് കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് റോയൽറ്റി. എപ്പോഴാണ് റോയൽറ്റി കിട്ടുക? നിങ്ങളൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആർക്കും ഉപയോഗിക്കാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് നിങ്ങൾ മറ്റാർക്കും ഉപയോഗിക്കാൻ കൊടുത്തു, അതുമൂലം നിങ്ങൾക്ക് എന്ത് കിട്ടാം? റോയൽറ്റി കിട്ടാം. ദെൻ ലാസ്റ്റ് എന്താ? FTS, ഫീ ഫോർ ടെക്നിക്കൽ സർവീസ്. നിങ്ങൾ എന്തോ ടെക്നിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്തു, അതുമൂലം നിങ്ങൾക്ക് എന്ത് കിട്ടി? അതിൻ്റെ ഫീസ് കിട്ടി. ഓക്കെ, സോ ഇത് ഈ മൂന്ന് ടൈപ്പ് ഓഫ് ഇൻകത്തെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, സോ അതിൽ ഒന്നും രണ്ടും അവിടെ നിൽക്കട്ടെ. പേയബിൾ ബൈ ഈ പറയുന്ന 3 പേഴ്സൺസ് നിങ്ങൾക്ക് തന്നാൽ, ഈ പറയുന്ന 3 ആളുകൾ നിങ്ങൾക്ക് തന്നാൽ, ഇതെല്ലാം നിങ്ങളാരാ? നിങ്ങൾ വേറെ ആരോ ആണ്. ഓക്കെ, സോ ഈ 3 ടൈപ്പ് ഓഫ് ഇൻകം ഇഫ് പേയബിൾ ബൈ, അതായത് പേഴ്സൺ റെസിഡൻറ്റ് ഇന്ത്യയോ ഗവൺമെൻറ്റോ NR. ഇപ്പോൾ ഗവൺമെൻറ് ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റോ റോയൽറ്റിയോ FTSോ തരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ കിട്ടുന്നത് എവിടെയാണേലും നിങ്ങൾ ഇന്ത്യ ടാക്സ് അടയ്ക്കണം. ഓക്കെ, ഗവൺമെൻറ് ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റോ റോയൽറ്റിയോ FTSോ തരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെ ടാക്സ് അടയ്ക്കണം? ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ഇന്ത്യയിൽ കിട്ടണോ? വേണ്ട, ഇന്ത്യയിൽ കിട്ടണം നിർബന്ധമില്ല. ഓക്കെ, നിങ്ങൾ എവിടെ കിട്ടിയാലും എന്ത് ചെയ്യണം? ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ആര് തന്നാൽ? ഇന്ത്യൻ ഗവൺമെൻറ് തന്നാൽ. സോ ഇന്ത്യൻ ഗവൺമെൻറ്റാണ് തരുന്നതെന്നുണ്ടെങ്കിൽ എവിടെ കിട്ടിയാലും നിങ്ങൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. നമ്മൾ നേരത്തെ ഒരു ഇന്ത്യൻ ഗവൺമെൻറ് പഠിച്ചില്ലേ? ഏതായിരുന്നു? തൊട്ട് മുന്നത്തെ ടേബിളിൽ ഇന്ത്യൻ ഗവൺമെൻറ് പഠിച്ചില്ലേ? ഏതായിരുന്നു? സാലറി പേയബിൾ ബൈ ഇന്ത്യൻ ഗവൺമെൻറ് ടു ഇന്ത്യൻ സിറ്റിസൺ. എന്തിനു വേണ്ടി? ഫോർ സർവീസ് റെൻറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, അത് സാലറി ആയിരുന്നു. ഇവിടെ എന്ത് പേയ്മെൻറ്റാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്? ഇൻട്രസ്റ്റോ റോയൽറ്റിയോ FTSോ, മൂന്നിലേത് വേണേൽ പെടാം. സോ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഇന്ത്യൻ ഗവൺമെൻറ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും?
നിങ്ങൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ഓക്കെ, നിങ്ങൾ ഏത് നാട്ടിൽ കിടക്കുന്ന ആളുകളായിക്കോട്ടെ, നിങ്ങൾ ഇന്നവരെ ഇന്ത്യയിൽ വന്നിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഇനി നിങ്ങൾക്ക് പൈസ തരുന്ന ആരാ? ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. സോ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോർമലി ഇന്ത്യയിൽ നിങ്ങൾ അതിന് ടാക്സ് അടയ്ക്കണം. ഓക്കെ, സോ നിങ്ങളൊരു അമേരിക്കക്കാരനാണ്, നിങ്ങൾ ആർക്ക് ലോൺ കൊടുത്തു? ഒരു ഇന്ത്യൻ സിറ്റിസന് ലോൺ കൊടുത്തു. ഓക്കെ, ഒരു ഇന്ത്യൻ സിറ്റിസന് ലോൺ കൊടുത്തു. അയാൾ ഇന്ത്യയിൽ റെസിഡൻറ്റുമാണ്, ഇന്ത്യയിൽ റെസിഡൻറ്റുമാണ്. സോ സ്വാഭാവികമായിട്ട് അയാൾ നിങ്ങൾക്ക് എന്ത് തരും? ഇൻട്രസ്റ്റ് തരും, അല്ലേ? സോ അയാൾ ഇൻട്രസ്റ്റ് തരുന്ന പുറത്താണ്, ഇന്ത്യയിലല്ല. സോ നിങ്ങൾക്ക് റിസീവ്ഡ് ഇൻ ഇന്ത്യ ആവുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇന്ത്യ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് നിങ്ങളുടെ കൺട്രി ഏതാണോ ആ കൺട്രിയിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. സോ ഇന്ത്യയിലല്ല നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരുന്നത്. സോ അത് റിസീവ്ഡ് ഇൻ ഇന്ത്യ അല്ല. പകരം ആരാ നിങ്ങൾക്ക് തരുന്നേ? ഒരു ഇന്ത്യൻ റെസിഡൻ്റ് ആണ്. സോ അതെന്താ ട്രീറ്റ് ചെയ്യാം? ഡീംഡ് ടു അക്രൂവർ അറൈസ് ഇൻ ഇന്ത്യ ആയിട്ട് ട്രീറ്റ് ചെയ്യും. സോ നിങ്ങൾ ഇന്ത്യ ടാക്സ് അടയ്ക്കണോ? വേണം. നോർമലി ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം, പക്ഷേ അതിന് 2 എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ നോർമലി ഇൻട്രസ്റ്റോ റോയൽറ്റിയോ FTSോ ഇന്ത്യൻ റെസിഡൻ്റ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യ ടാക്സ് അടയ്ക്കണം. ഗവൺമെൻറ് ആണല്ലോ ടാക്സ് അടയ്ക്കണം. ഗവൺമെൻറ് തരുന്നാലും നിങ്ങൾ ടാക്സ് അടയ്ക്കണം. ഇന്ത്യൻ റെസിഡൻറ്റ് തന്നാലും ടാക്സ് അടയ്ക്കണം. പക്ഷേ ഈ 2 കേസിൽ നിങ്ങൾ അടയ്ക്കേണ്ട. ഈ 2 കേസിൽ നിങ്ങൾ അടയ്ക്കേണ്ട. ഏതൊക്കെയാണ് 2 കേസ്? ഇഫ് ദ മണി ബോറോഡ് ആൻഡ് യൂസ്ഡ് ഓർ ടെക്നിക്കൽ സർവീസ് ഓർ റോയൽറ്റി സർവീസ് ആർ യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിയഡ് ഓൺ ഔട്ട്സൈഡ് ഇന്ത്യ. എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കിട്ടുന്ന സർവീസാണ് കൊടുക്കേണ്ടത്. ആദ്യം നിങ്ങൾ എന്ത് കൊടുക്കണം? ലോൺ കൊടുക്കണം, അല്ലേ? നിങ്ങൾ ലോൺ കൊടുത്താലേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ലോൺ കൊടുക്കണം. അപ്പോൾ റെസിഡൻറ്റ് നിങ്ങൾ ലോൺ എടുത്തിട്ടില്ലേ? അയാൾ എന്തിനു വേണ്ടി ലോൺ എടുത്ത കേസ് അവിടെ പറയുന്നത്? അയാൾ ലോൺ എടുത്ത്, സോ അയാളുടെ കയ്യിൽ കുറേ പൈസ കിട്ടി. സോ ആ പൈസ അയാൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിയഡ് ഓൺ ഔട്ട്സൈഡ് ഇന്ത്യ. സോ അയാൾ ലോൺ എടുത്തത് എന്തിനു വേണ്ടിയാണ്? ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ഒരു ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എവിടെ ടാക്സ് അടയ്ക്കേണ്ട? ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട. അല്ലാത്ത കേസിലല്ല, ഒരു റെസിഡൻ്റ് ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. സോ അതാണ് ഫസ്റ്റ് എക്സംഷൻ. സോ നോർമലി ഒരു റെസിഡൻ്റ് ആണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ഓക്കെ, ഒരു റെസിഡൻ്റ് ആണ് നമുക്ക് പേയ്മെൻറ്റ് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. പക്ഷേ അയാൾ നിങ്ങളിൽ നിന്ന് ലോൺ എടുത്തത്, അല്ലെങ്കിൽ ആ റോയൽറ്റി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ FTS ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഫോർ എ ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ. സോ ഇന്ത്യക്ക് വെളിയിലുള്ളൊരു ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയാണ് നിങ്ങളുടെ ഇന്ന് ലോണോ റോയൽറ്റിയോ അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റോ FTSോ യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. എന്താണ്? അതേപോലെ ലോൺ എടുത്ത് ഇഫ് ദ മണി ബോറോഡ് ഓർ യൂസ്ഡ് ഫോർ ടെക്നിക്കൽ സർവീസ് or royalty service utilized for making income from any source outside India. സോ ഇവിടെ എന്ത് മാത്രമേ പറയുന്നുള്ളൂ? ബിസിനസ് ഓർ പ്രൊഫഷൻ. ഫസ്റ്റ് സെഗ്മെൻറ്റിൽ അത് മാത്രമല്ലേ പറയുന്നുള്ളൂ. ബിസിനസ് ഓർ പ്രൊഫഷൻ ആണെങ്കിൽ നിങ്ങൾ എവിടെ അടയ്ക്കണ്ട? ഇന്ത്യയിൽ അടയ്ക്കണ്ട. വേറെ എന്തെങ്കിലും ഇൻകം ആണെങ്കിൽ എവിടെ അടയ്ക്കണ്ട? ഇന്ത്യയിൽ അടയ്ക്കണ്ട. പക്ഷേ ഇൻകം എവിടെ ഉള്ളതായിരിക്കണം? ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കും. സോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിക്കുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങളിൽ നിന്ന് പൈസ മേടിച്ച് എന്തിനു വേണ്ടിയാണ്? ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെ ടാക്സ് അടയ്ക്കണ്ട? ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണ്ട. ഓക്കെ, സോ നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണ്, ഇന്ത്യക്കാരനല്ല, നിങ്ങൾ പുറത്തുള്ള ഏതോ രാജ്യക്കാരനാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു ഇന്ത്യൻ റെസിഡൻറ്റിന് ലോൺ കൊടുത്തു. നോർമലി ഇൻട്രസ്റ്റ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോർമലി ഇൻട്രസ്റ്റ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. എപ്പോഴൊക്കെ അടയ്ക്കണ്ട? എപ്പോഴടയ്ക്കേണ്ടത്? അയാൾ ആ ഫണ്ട് ഉപയോഗിക്കുന്ന ഔട്ട്സൈഡ് ഇന്ത്യയിൽ ബിസിനസ്സിനാണെങ്കിൽ ടാക്സ് അടയ്ക്കണ്ട. ഇനി ഫണ്ട് ഉപയോഗിക്കുന്ന ഇന്ത്യക്ക് വെളി ഔട്ട്സൈഡ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യാനാണെങ്കിൽ ടാക്സ് അടയ്ക്കണം. ബാക്കി എല്ലാ കേസിലും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ആര് തന്നാൽ? റെസിഡൻറ്റ് തന്നാൽ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോൺ റെസിഡൻറ്റ്. നെക്സ്റ്റ്, ഇനി നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്ന നോൺ റെസിഡൻ്റ് ആണെങ്കിൽ നമ്മൾ റെസിഡൻറ്റിൻ്റെ കേസിൽ 2 എക്സെപ്ഷൻ പഠിച്ചില്ലേ? ആ 2 എക്സെപ്ഷന് മാത്രമേ NR പേയ്മെൻറ്റ് നിന്ന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം. നോൺ റെസിഡൻറ്റ് കേസിൽ 2 എക്സെപ്ഷൻ എന്താണെന്ന് പറഞ്ഞേ? ഔട്ട്സൈഡ് ഇന്ത്യയിലെ ഇൻകം ജനറേറ്റ് ചെയ്യാനാണ് പൈസ മേടിക്കുന്നത്. ഓക്കെ, സോ NRൻ്റെ കേസിൽ നിങ്ങൾ ഇന്ത്യക്കകത്ത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണ് ലോൺ എടുക്കുന്നതെങ്കിൽ, ഇന്ത്യക്കകത്ത്
ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണ് NR നിങ്ങളുടെ നിന്ന് ലോൺ എടുക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണ്ട? ടാക്സ് അടയ്ക്കണോ വേണ്ടയോ? ഇന്ത്യക്കകത്ത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണ് NR നിങ്ങളുടെ നിന്ന് ലോൺ എടുത്തത്. സോ NR നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തന്നു, ടാക്സ് അടയ്ക്കണോ വേണ്ടയോ? വേണം. ഇന്ത്യക്കകത്തല്ലേ ബിസിനസ് ചെയ്യുന്നത്, സോ നിങ്ങൾ ടാക്സ് അടയ്ക്കണം. ഓക്കെ. ദെൻ രണ്ടാമത്തെ കേസിലോ, ആദ്യം പറയുന്നത് ബിസിനസ്, രണ്ടാമത് പറയുന്നത് ബിസിനസ് അല്ലാത്ത മറ്റെന്തെങ്കിലും ഇൻകം. എനി ഇൻകം, മേക്കിംഗ് ഇൻകം ഫ്രം എനി സോഴ്സ് ഇൻ ഇന്ത്യ. ഓക്കെ. മിസ്റ്റർ എക്സ്, മിസ്റ്റർ വൈ. സോ രണ്ടുപേരും NR ആണ്. രണ്ടുപേരും NR ആണ്. എക്സ് മിസ്റ്റർ വൈക്ക് ഒരു 10 ലക്ഷം റുപ്പീസ് ലോൺ കൊടുത്തു അറ്റ് 8% ഇൻട്രസ്റ്റ്. ഓക്കെ. ആർക്കാണ് ലോൺ കൊടുത്തത്? എക്സ് വൈക്ക്. രണ്ടുപേരും ഇന്ത്യയിലല്ല, രണ്ടുപേരും നിൽക്കുന്നത് UK രണ്ടുപേരും. എക്സ് വൈക്ക് 10 ലക്ഷം രൂപ ലോൺ കൊടുത്തു, റുപ്പീസ്, ഡോളറും പൗണ്ടും ഒന്നുമല്ല, 10 ലക്ഷം റുപ്പീസ് ലോൺ കൊടുത്തു അറ്റ് 8% ഇൻട്രസ്റ്റ്. ഓക്കെ. ദെൻ സോ അപ്പോൾ വൈ എത്ര രൂപ ഇൻട്രസ്റ്റ് തിരിച്ചു കൊടുക്കണം? ഒരു വർഷം 80,000 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കണം. വേണ്ടേ? വേണം. ഓക്കെ. എക്സ് എവിടെയാ? UK. വൈ എവിടെയാ? UK. സോ UK രണ്ടുപേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രസ്റ്റ് കൊടുത്തു. നമ്മൾ ടാക്സ് അടയ്ക്കണോ വേണ്ടോ? നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ എപ്പോൾ വേണ്ടി വരും? ഇതല്ലേ ഇത്, ഈ ലാസ്റ്റ് കേസല്ലേ ഇത്. ഓക്കെ. സോ വൈ ലോൺ എടുത്തില്ലേ? എത്ര രൂപ ലോൺ എടുത്തേ? 10 ലക്ഷം രൂപ. സോ ഈ 10 ലക്ഷം രൂപ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾ ബിസിനസ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ. ഇന്ത്യയിലെ ബിസിനസ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇൻകം, എന്തെങ്കിലും ഇന്ത്യൻ ഇൻകം ഏൺ ചെയ്യാനാണ് ഉപയോഗിച്ചേക്കുന്നത്. സോ ഈ രണ്ട് പർപ്പസിൽ ഏതെങ്കിലും ഒരു പർപ്പസ് ആണെങ്കിൽ ആര് ടാക്സ് അടയ്ക്കണം? എക്സോ വൈയോ? ആരാ ടാക്സ് അടയ്ക്കണ്ടേ? ആർക്കാ ഇൻകം കിട്ടിയേ? എക്സ്. സോ അപ്പോൾ എക്സല്ലേ ടാക്സ് അടയ്ക്കണ്ടേ? സോ എക്സ് എവിടെ ടാക്സ് അടയ്ക്കണം? ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. അവർ ഇന്ത്യയിൽ വരണമെന്നൊന്നും നിർബന്ധമില്ല. ഓക്കെ. എക്സും വൈയും എവിടെയുള്ള ആൾക്കാരാണ്? UK. അവർ ഇന്നേ വരെ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. എക്സും വൈയും UK അവർ ഇന്നേ വരെ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. ദെൻ എക്സ് വൈക്ക് 10 ലക്ഷം രൂപ ലോൺ കൊടുത്തു. വൈ ആ 10 ലക്ഷം രൂപ എന്തിനു വേണ്ടി ഉപയോഗിച്ചത്? ഇന്ത്യൻ ബിസിനസ്സിന് വേണ്ടിയാണ് യൂസ് ചെയ്തത്. ഓക്കെ. ഇന്ത്യയിലെ ഒരു ബിസിനസ്സിനോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രൊഫഷനോ ആണ് ഉപയോഗിക്കുന്നത്. ഇനി അതല്ല, ഇന്ത്യയിൽ മറ്റെന്തെങ്കിലും ഇൻകം ഏൺ ചെയ്യാനാണ് 10 ലക്ഷം രൂപ ഉപയോഗിച്ചത്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിലും വൈ എക്സിന് കൊടുക്കുന്ന എമൗണ്ട്, അതായത് 80,000 രൂപ ഇൻട്രസ്റ്റ്, അതിന് ആര് ടാക്സ് അടയ്ക്കണം? എക്സ് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ക്ലിയർ ആയോ? സോ ഇതാണ് ഈ NRന്റെ പ്രൂഷൻ പറഞ്ഞിരിക്കുന്നത്. ആ രണ്ട് കേസിൽ മാത്രം ആര് ടാക്സ് അടച്ചാൽ മതി? എക്സ് ടാക്സ് അടച്ചാൽ മതി. ഓക്കെ. NR പേയ്മെൻറ്റ് തരുന്നു, എക്സ് ടാക്സ് അടച്ചാൽ മതി. ക്ലിയർ ആയോ? ഓക്കെ. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മളിപ്പോൾ പഠിച്ചതെല്ലാം ഏതിൻ്റെ എക്സ്പ്ലനേഷനാണ്? ഏത് പോയിന്റ് എക്സ്പ്ലനേഷനാണ്? ഇൻകം അക്രൂവിങ് ഓർ അറൈസിങ് ഓർ ഡീംഡ് ടു അക്രൂ ഓർ അറൈസിങ്. സോ അപ്പോൾ ഈ പറയുന്ന കാറ്റഗറി ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ ആരൊക്കെ ടാക്സ് അടയ്ക്കണം? എല്ലാവരും ടാക്സ് അടയ്ക്കണം അല്ലേ? ഈ പറയുന്ന കാറ്റഗറി ഓഫ് ഇൻകം ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ROR ആണ് ടാക്സ് അടയ്ക്കണം, RNOR ആണ് ടാക്സ് അടയ്ക്കണം, NR ആണ് ടാക്സ് അടയ്ക്കണം അല്ലേ? നമ്മൾ സെക്കൻഡ് പോയിന്റ് എക്സ്പ്ലനേഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. സോ ആ ഹൈലൈറ്റ് ചെയ്യുന്ന സെക്കൻഡ് പോയിന്റ് എക്സ്പ്ലനേഷൻസ് ആണ് താഴേക്ക് പഠിച്ചത്. സോ ഈ കേസിൽ എല്ലാവരും ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ഓക്കെ. ക്ലിയർ? ഇത്രയാണ് ചാപ്റ്റർ 2-ലുള്ളത്. സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഈ ചാപ്റ്ററിനകത്ത്? ഫ്രം സ്റ്റാർട്ട് ഇനീഷ്യലി പറഞ്ഞ് റെസിഡൻഷ്യൽ ചാർജസ്. എന്തായിരുന്നു റെസിഡൻഷ്യൽ ചാർജസ്? സോ ആദ്യം രണ്ട് ബേസിക് കണ്ടീഷൻ. ഏതൊക്കെയാണ് ബേസിക് കണ്ടീഷൻ? 182 ഡേയ്സും 60 + 365 ഡേയ്സ് അല്ലേ? അത് ആർക്കാ ആപ്ലിക്കബിൾ? ഇൻഡിവിജ്വലോ HUF ആണോ? HUF അതുണ്ടോ? ഇല്ല. അത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഇൻഡിവിജ്വലിന് മാത്രം. HUF-നെ റെസിഡൻസ് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്. ഇപ്പോൾ പഠിക്കുന്ന 182 ഡേയ്സും 60 + 365 ആർക്ക് മാത്രമേ ഉള്ളൂ? ഇൻഡിവിജ്വൽസിന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ പഠിക്കുന്ന കണ്ടീഷൻസ് ആർക്ക് മാത്രമേ ഉള്ളൂ? ഇൻഡിവിജ്വൽസിന് മാത്രമേ ഉള്ളൂ. സോ ഇൻഡിവിജ്വൽ കറണ്ട് ഇയറിൽ അല്ലെങ്കിൽ കറണ്ട് PYയിൽ 182 ഡേയ്സോ അല്ലെങ്കിൽ കറണ്ട് PYയിൽ 60 ഡേയ്സും അതിന് മുമ്പത്തെ 4 PYയിൽ 365 ഡേയ്സോ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾ ആരായി? റെസിഡൻ്റായി. ദെൻ ഇനി എന്തൊക്കെ അഡീഷണൽ കണ്ടീഷൻസ്? 2 ഔട്ട് ഓഫ് 10 എന്തായിരിക്കണം? റെസിഡൻറ്റ്. സോ 2 ഔട്ട് ഓഫ് 10 നിങ്ങൾ റെസിഡൻ്റ് ആയിരിക്കണം. ഏതെങ്കിലും
2 ഏതെങ്കിലും 2 പി വൈയിൽ മതി. മുമ്പത്തെ 10 പി വൈയിൽ ഏതെങ്കിലും 2 പി വൈയിൽ നിങ്ങൾ റെസിഡന്റ് ആണെങ്കിൽ നിങ്ങൾ ആരായി മാറി? സോറി, അത് മാത്രം പോരാ, ഒരു കണ്ടീഷൻ ഉണ്ട്. ഏതാ? 730 days in 7 years. 730 days in 7 years. സോ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആരാവും? ആറോ. അതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഫെയിൽ ആയാൽ 6 2 ഫെയിൽ ആയാൽ 6 2 ഫെയിൽ ആയാൽ 6 എപ്പോഴാണ് NR ആവുള്ളൂ? 2 ബേസിക് കണ്ടീഷൻ ഫെയിൽ ആയാലേ നിങ്ങൾ ആരാവുള്ളൂ? NR ആവുള്ളൂ. ഓക്കെ, ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, 2 അഡീഷണൽ കണ്ടീഷൻ ഫെയിൽ ആയി, ആരേ ആവുള്ളൂ? 6 ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾ റെസിഡന്റ് ആയി. ഓക്കെ, ദെൻ അഡീഷണൽ കണ്ടീഷൻ ഫെയിൽ ആയാൽ സ്റ്റിൽ നിങ്ങൾ റെസിഡന്റ് ആണ്, പക്ഷേ 6 ഓക്കെ. ദെൻ പിന്നെ എന്താ പഠിച്ചേ? പിന്നെന്താ പഠിച്ചത് ഈ ചാപ്റ്ററിൽ? ബേസിക് കണ്ടീഷൻ 2 ആപ്ലിക്കബിൾ അല്ലാത്ത 3 കേസ്. ബേസിക് കണ്ടീഷൻ 2 ഏതാണ്? ബേസിക് കണ്ടീഷൻ 2 60 + 365 ആപ്ലിക്കബിൾ അല്ലാത്ത 3 കേസ്. ഏതൊക്കെയാണ് 3 കേസ്? ഇന്ത്യൻ സിറ്റിസൺ ഫോർ എംപ്ലോയ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് വെളിയിൽ നമ്മൾ ജോലിക്ക് പോയി. ദെൻ ഇന്ത്യൻ സിറ്റിസൺ ക്രൂ മെമ്പർ ഓഫ് എ ഇന്ത്യൻ ഷിപ്പ്, ഇന്ത്യൻ ഷിപ്പിൽ നിങ്ങൾ ജോലിക്ക് പോയി. ദെൻ നെക്സ്റ്റ് ഇന്ത്യൻ സിറ്റിസൺ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. സോ തേർഡ് കേസിൽ മാത്രം ഇന്ത്യൻ സിറ്റിസൺ ഉണ്ട്, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനും ഉണ്ട്. പിന്നെ വിസിറ്റിംഗ് ഇന്ത്യ, പിന്നെ അതേപോലെ ടോട്ടൽ ഇൻകം. എന്ത് ടോട്ടൽ ഇൻകം? എക്സ്ക്ലൂഡിംഗ് ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം. എക്സ്ക്ലൂഡിംഗ് ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 lakh ആണെങ്കിൽ, അപ് ടു 50 lakh ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ ആപ്ലിക്കബിൾ അല്ല? B2 ആപ്ലിക്കബിൾ. നമ്മളെ 60 + 365 ആപ്ലിക്കബിൾ അല്ല. ഇനി എന്താ ഡിഫറൻസ് ഉള്ളത്? ഇന്ത്യൻ സിറ്റിസണോ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനോ ആണ്, അവർക്ക് എന്ത് കൂടി? മോർ ദാൻ 15 lakh ആയി. അതർ ദാൻ ഫോറിൻ ഇൻകം മോർ ദാൻ 50 lakh ആയാൽ എന്ത് മാറും? ഈ 60 മാറി 120 ആയിട്ട് ബേസിക് കണ്ടീഷൻ 2 ആപ്ലിക്കബിൾ ആവും. ബേസിക് കണ്ടീഷൻ 2 ഉണ്ട്, പക്ഷേ 60 അല്ല, എന്താ ഉള്ളത്? 120 ആണ്. ഓക്കെ, ദെൻ പിന്നെ പഠിച്ച് ഡീംഡ് റെസിഡന്റ് അല്ലേ? പിന്നെ ഡീംഡ് റെസിഡന്റിലെ വന്നേ. ഇവർ ഓൾവേസ് എന്തായിരിക്കും? B2 ആണ് ആപ്ലിക്കബിൾ ആവുന്നുണ്ടെങ്കിൽ, B2 ആണ് ആപ്ലിക്കബിൾ ആവുന്നുണ്ടെങ്കിൽ ഓൾവേസ് 6 B2 ആണ് ആപ്ലിക്കബിൾ എങ്കിൽ ഓൾവേസ് 6 B1 ആണെങ്കിലോ അഡീഷണൽ കണ്ടീഷൻ രണ്ടും നോക്കണം. സോ അവർക്ക് B1 ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണൽ കണ്ടീഷൻ നോക്കണം. ഓക്കെ, B2 ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾവേസ് 6 ആയിരിക്കും. ദെൻ ഡീംഡ് റെസിഡന്റ്. എന്താ ഡീംഡ് റെസിഡന്റ്? ഇന്ത്യൻ സിറ്റിസൺ എന്തില്ല? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇല്ല, ഇന്ത്യൻ സിറ്റിസൺ മാത്രമേ ഉള്ളൂ. സോ ഇന്ത്യൻ സിറ്റിസൺ ബാക്കി അയാൾക്ക് എന്ത്? ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിംഗ് ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം മോർ ദാൻ 15 lakh ഉണ്ട് അല്ലേ? പ്ലസ് ഒരു കണ്ടീഷൻ, അയാൾ വേറെ രാജ്യത്തൊന്നും ടാക്സ്, ഈസ് നോട്ട് ലയബിൾ ടു പേ ടാക്സ് ഇൻ എനി അതർ കൺട്രി. സോ അങ്ങനെയാണെങ്കിൽ അയാൾ ആരായിട്ട് മാറി? ഡീംഡ് റെസിഡന്റ് ആയിട്ട് മാറി. സോ ഡീംഡ് റെസിഡന്റ് ആണെങ്കിൽ ഓൾവേസ് 6. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ പഠിച്ച് നമുക്ക് 4 ടൈപ്പ് ഓഫ് ഇൻകം. ഏതൊക്കെയാണ് 4 ടൈപ്പ് ഓഫ് ഇൻകം? ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്ന ഇൻകം, ദെൻ ഇന്ത്യയിൽ അക്രൂ ചെയ്യുന്ന ഇൻകം, ദെൻ ഫ്രം ബിസിനസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ലാസ്റ്റ് പറയുന്നത് ഓൾ ഔട്ട്സൈഡ് ഇന്ത്യ. കൺട്രോൾ ഔട്ട്സൈഡ് ഇന്ത്യ, സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ, റിസീവ് ഔട്ട്സൈഡ് ഇന്ത്യ, അക്രൂ ഔട്ട്സൈഡ് ഇന്ത്യ. സോ എല്ലാം ഇന്ത്യക്ക് വെളിയിലാണ്. ഓക്കെ, സോ അതിൽ ROR ഇതിനൊക്കെ ടാക്സ് അടയ്ക്കണം. എല്ലാത്തിനും ടാക്സ്. ROR ആണോ നിങ്ങളെ ഗ്ലോബൽ ഇൻകം ടാക്സബിൾ ആണ്. നിങ്ങൾക്കുള്ള എല്ലാ ഇൻകവും നിങ്ങൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ഇനി RNOR ആണെങ്കിലോ ആദ്യത്തെ 3 എണ്ണത്തിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെ? റിസീവ്ഡ് ഇൻ ഇന്ത്യ, അക്രൂഡ് ഇൻ ഇന്ത്യ, കൺട്രോൾഡ് ഓർ സെറ്റപ്പ് ഇൻ ഇന്ത്യ. സോ ഈ 3 കേസിലും ആറ് ടാക്സ് അടയ്ക്കണം? RNOR ടാക്സ് അടയ്ക്കണം. ഏതിന് അടയ്ക്കണ്ട? എല്ലാ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ RNOR അടയ്ക്കണം. ദെൻ NRO ഏതിനൊക്കെ അടയ്ക്കണം? ആദ്യത്തെ 2 എണ്ണത്തിന് അടച്ചാൽ ഏതൊക്കെയാണ്? റിസീവ് ഇൻ ഇന്ത്യ, അക്രൂ ഇൻ ഇന്ത്യ. റിസീവ് ഇൻ ഇന്ത്യ ഉണ്ട്, അക്രൂ ഇൻ ഇന്ത്യ ഉണ്ട്. സോ ഈ 2 എണ്ണത്തിന് മാത്രം ടാക്സ് അടച്ചാൽ മതി. NR ടാക്സ് അടച്ചാൽ. ഓക്കെ, സോ എന്നാൽ ഇനി ക്വസ്റ്റ്യൻ എടുത്തേ. നമുക്കിനി ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് പോവാം.